into the 7. For God's sakes, Ashley, don't look at him, look at me. Ashley, look at me. ഇന്നത്തെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനും നമ്മുടെ ലീഡേഴ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഹാഷിഖ് സാറിന്റെ തന്നെ ലീഡർ സെൽസൺ സാർ ഇവിടെ ഉണ്ട്. ഇന്ന് സോളാർ മേഖലയിൽ, സോളാർ ബിസിനസ് മേഖലയിൽ സൗത്ത് ഇന്ത്യയിൽ മൊത്തം ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സെൽസൺ സാറ്. എനിക്ക് വളരെ അഭിമാനമുണ്ട് സെൽസൺ സാറിനെ പോലെയുള്ള ഒരു ലീഡർ എന്റെ ടീമിൽ വന്നതും അദ്ദേഹത്തിന്റെ ലീഡറായിട്ട് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നു. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു ബിസിനസ് മാൻ ആണ്. ഇന്ന് അദ്ദേഹം എന്താ പറയാ, ബെൻസിൽ കറങ്ങുന്ന ഒരാളാണ്. നമ്മൾ പറയില്ലേ, നമ്മൾ ആർസിഎമ്മിൽ വന്നിട്ടും ബെൻസ് മേടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സെൽസൺ സാർ ഇന്ന് ഓൾറെഡി ബെൻസിൽ പോകുന്ന ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ പ്രിയങ്ക മേഡം വന്നാലും TCG വന്നാലും സന്തോഷ് നായർ സാറ് വന്നാലും ആര് വന്നാലും സെൽസൺ സാറിന്റെ ബെൻസിലാണ് അവരെ ഇന്ന് പിക്ക് ചെയ്യുന്നത്, കൊണ്ടാക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തികൾ ഇന്ന് ആർസിഎമ്മിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു സ്റ്റാർ എംബ്രാൾഡ് ആയിട്ട് പോലും എനിക്ക് ബെൻസ് മേടിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ ലെവൽ വരാൻ പോണുള്ളൂ. പക്ഷെ അതിന് മുന്നേ ബെൻസ് മേടിച്ച ഒരാൾ നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കില്ലേ? ആ വ്യക്തി ആ ബിസിനസിന്റെ കൂടെ ആർസിഎം ചെയ്ത് ഇന്ന് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. അദ്ദേഹമാണ് ഹാഷിഖ് സാറിന്റെ ലീഡർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സെൽസൺ സാറിനെ ഹാഷിഖ് സാറിനെ വെൽക്കം ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. സെൽസൺ സാർ വരൂ, വെൽക്കം. ആർസിഎം സെൽസൺ, താങ്ക് യു സാർ, താങ്ക് യു ഗിരി സാർ. അപ്പോൾ എൻ്റെ പേര് ഞാൻ പറയാം. എൻ്റെ പേര് സെൽസൺ, കൊടുങ്ങല്ലൂരാണ്, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറാണ്. നമ്മുടെ ആഷിഖ് സാറിനെ നല്ല ഒരു കയ്യോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ആഷിഖ് സാർ. താങ്ക് യു സാർ. ഓക്കെ ആഷിഖ് സാർ, എൻ്റെ മേഡം വെൽക്കം, ഹാർട്ടി വെൽക്കം. താങ്ക് യു സാർ. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ സാർ? ആ സൗണ്ട് ക്ലിയർ ആണ്, പറഞ്ഞോളൂ. JRCM എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്തായാലും വളരെ സന്തോഷമുള്ള ദിവസമാണ്. എനിക്ക് ഈ ഓൾ കേരള പ്ലാറ്റ്ഫോമിൽ കയറാൻ വിളിച്ചതിന്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറാൻ വെച്ചതിന് ആർസിഎമ്മിന്റെ MD ആയ TCG ഞാൻ സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഞാൻ ഈ ആർസിഎം എന്നൊരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. എൻ്റെ വൈഫിന്റെ ആരോഗ്യ പ്രശ്നം മൂലമാണ് ഞാൻ ഇതിലെത്തിയിട്ടുള്ളത്. ഞാൻ അതിന്റെ 2 വാക്ക് പറയാൻ വേണ്ടി എന്റെ വൈഫിനെ ആദ്യം തന്നെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷമിത. എൻ്റെ വീട് കൊടുങ്ങല്ലൂർ കോതർമയിലാണ്. എന്നെ ഈ ആർസിഎം എന്ന നന്മയിലേക്ക് ക്ഷണിച്ചത് കൊടുങ്ങല്ലൂരിലെ പവർഫുൾ ലീഡർ സെൽസൺ സാറ്, സ്റ്റാർ പ്ലാറ്റിനം സെൽസൺ സാറാണ്. വളരെ നന്ദിയോടെ സെൽസൺ സാറിനെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ സൂം പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് എല്ലാ ലീഡേഴ്സിനെയും വളരെ നന്ദിയോടെ ഓർക്കുന്നു. സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറിനെയും ജിഷ മേഡത്തെയും നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ എമറാൾഡ് സജീവ് കുമാർ സാറിനെയും ബിജു സാറിനെയും ഫാമിലിയെയും നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ആർസിഎം എന്ന നന്മയിലേക്ക് വന്നത് ആരോഗ്യ പ്രശ്നം മൂലമാണ്. ഇതിലെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഉപയോഗിച്ചത് മൂലം എൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടി. അതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ആർസിഎം എന്ന നന്മയിലേക്ക് വന്നിട്ട് ഒരു വർഷമാവുന്നതേ ഉള്ളൂ. വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ ഗുണം മറ്റുള്ളവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പേർക്ക് ഈ നന്മ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കും ഗുണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു സ്ത്രീ ശാസ്ത്രീകരണം കൂടി ഞാൻ ഇതിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലായും പ്രവർത്തിക്കുന്നത്. ഇന്ന് ഒരുപാട് വനിതാ രത്നങ്ങളുണ്ട്. അവർക്ക് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അവർക്ക് ഒരു ജോലി കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ല. കുറെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആരോഗ്യമാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയും ആരോഗ്യ പ്രശ്നം അവരുടെ മാറ്റാൻ വേണ്ടിയുമാണ് ഞാൻ ഇതിൽ നന്നായി പ്രവർത്തിക്കുന്നത്. ഫാമിലിയോടൊപ്പം തന്നെ ഹസ്ബൻഡിനെ കൂടെ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമിനും എല്ലായിടത്തും
ഫാമിലിയോട് കൂടി തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഇത് മറ്റുള്ളവർക്ക് കിട്ടിയ ആ ഗുണം നമുക്ക് മനസ്സിലാവുന്ന, എനിക്ക് കിട്ടിയ ഗുണം മറ്റുള്ളവർക്കും കൊടുത്ത് അവർക്കും സന്തോഷം കിട്ടുമ്പോൾ നമുക്കൊരു നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കാനും ഇതിലൂടെ നല്ല സന്തോഷത്തോടെ ജീവിക്കാനും പറ്റും. എന്റെ കാൽമുട്ടിന് വേദനയായിട്ടാണ് ഞാൻ ഇത് ഡോക്ടർമാരെയൊക്കെ എടുത്ത് സമീപിച്ചപ്പോൾ അവര് സർജറിയാണ് പറഞ്ഞത്. അങ്ങനെയാണ് RCM എന്ന നന്മയെ കുറിച്ച് അറിഞ്ഞതും ഈ RCMയിലെ ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ് കഴിച്ചു തുടങ്ങിയതും. അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ കഴിക്കുന്നുണ്ട്. PVMFവും ഗാമോറെസിനോളും ഹെൽത്ത് ഗാർഡ് ഓയിലും അതേപോലെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് അതിനുള്ള കുറവും കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് ആരോഗ്യമുള്ള വേണ്ടത്, എന്നാലല്ലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് നല്ലൊരു ടീമിനെ വളർത്തിയെടുത്തുകൊണ്ട് അതുപോലെ സ്ത്രീകളെ അവർക്കൊരു വരുമാന മാർഗം എത്തിച്ചുകൊണ്ട് അവരെ നല്ല നിലയിൽ എത്തിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇതിലൂടെ അത് ചെയ്യുക തന്നെ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ ആഷിഖ് സാർ പറഞ്ഞു. നന്ദി, നമസ്കാരം. JRCM. നമസ്കാരം. എൻ്റെ പേര് സാറ് പറഞ്ഞു. എന്നാലും ആഷിഖ്, വീട് കൊടുങ്ങല്ലൂരാണ്. കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഞാൻ ഈ RCM എന്നൊരു പ്രസ്ഥാനത്തെ കുറിച്ച് അറിയുന്നതും. അതിനു മുമ്പ് എനിക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. RCM എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇങ്ങനെ വൈഫ് പറഞ്ഞില്ല, വൈഫിന്റെ ആരോഗ്യ പ്രശ്നം മൂലമാണ് ഞാൻ ഇതിൽ വന്നത്. സാർ മുഖേന വന്നു, അതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞപ്പോൾ സാർ എന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ രാജസ്ഥാനിൽ ഇതിന്റെ കമ്പനി ഉണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അതിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, കമ്പനി വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കഴിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് ഇതിന്റെ കമ്പനി എവിടെയാണെന്ന് നമുക്ക് അറിയില്ല, എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഈ കമ്പനി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാജസ്ഥാനിൽ കമ്പനിയിൽ പോയി. കമ്പനി ചെന്ന് കണ്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കമ്പനി അല്ല അത്. ഞാൻ 10-30 വർഷമായിട്ട് ഞാൻ ഇവിടെ ഷോപ്പ് നടന്നാണ്, ട്രഡീഷണൽ മാർക്കറ്റിൽ നടത്തിയാണ്. ഇതുവരെയും ഒരു വ്യക്തിയും എന്നെ കമ്പനി ക്ഷണിച്ചിട്ടില്ല. പല പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഞാൻ വിറ്റത് ചെയ്തൊക്കെ തെറ്റായി എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അങ്ങനെ ഒരു കമ്പനിയും കാണാതെ ഞാൻ 1.5 മാസം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്കത് ഗുണം കിട്ടിയപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ക്ഷണിച്ചു. കമ്പനി പോയി. കമ്പനി കണ്ടപ്പോൾ കിട്ടിയ വിഷൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്ര വലിയ കമ്പനിയാണ്. ഒരു 12,000 പേരോളം അന്ന് ആ കമ്പനിയിൽ വിസിറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ 12,000 പേർക്കും താമസിക്കാൻ സൗകര്യം കൊടുത്തൊരു കമ്പനി RCM വേറെ ഏത് കമ്പനിക്ക് നടക്കും? ഒന്ന് ചിന്തിച്ചാ പോരെ. അവർക്ക് ഈ ഫുഡും കൊടുത്തു. ചെറിയ ചെറിയ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മള് കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ 10-12,000 പേര് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും അതിന് നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്ക് തോന്നിയത് പോസിറ്റീവാണെന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ 12,000 പേരിൽ കൂടെ ആൾക്കാർ ചെല്ലുമ്പോൾ എന്തായാലും അവിടെ എന്തെങ്കിലും വിഷയമില്ലാതിരിക്കൂലല്ലോ. ആർക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും. ആ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാര് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മള് കുറച്ചൊക്കെ ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് തോന്നിയ അത് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതനുസരിച്ച് ഞാൻ പറഞ്ഞു. ആ കമ്പനി കണ്ട് പോന്ന് എല്ലാ പ്രൊഡക്റ്റും ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. പെയിന്റ്, തുണിത്തരങ്ങള്, സോപ്പ്, ചായല, സോപ്പ് പൊടി, അങ്ങനെ കുറെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ അവിടെ തന്നെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിന് ഉണ്ടായ ഒരു കുളിർമ, അതുപോലെ സന്തോഷം. ഇത് എന്റെ കൂടി കമ്പനി ആണല്ലോ, എന്റെ കമ്പനി ആവണം എനിക്ക് തോന്നിപ്പോയി. പക്ഷെ പിന്നീട് പറഞ്ഞ ഇത് നമ്മുടെ എല്ലാരെയും കമ്പനിയാണ്. RCMൽ ആരൊക്കെ ജോയിന്റ് ഉണ്ട് അവരെല്ലാരെയും കമ്പനിയാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് മനസ്സിലായത് ഇത് RCM കമ്പനി. ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു പ്രൊഡക്റ്റ് പോലും വിറ്റിട്ടില്ല. ഞാൻ ഉപയോഗിച്ച് അതിന്റെ ഗുണം കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് RCM കമ്പനിയാണല്ലോ, കമ്പനിയാണ് ക്ഷണിച്ചത്. പിന്നീട് എനിക്ക് മനസ്സിലായത് എന്റെയും കൂടി കമ്പനിയാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. കമ്പനി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങള് ഡൽഹിയിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് ഡൽഹി ഫുള്ള് കറങ്ങി. ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല. അതുപോലെ താജ്മഹാള് അവിടെ കാണാൻ, കുത്തമ്മിന പല സ്ഥലങ്ങളും അവിടെ കറങ്ങാൻ പറ്റി. അത് ഈ RCM പ്രസ്ഥാനത്തിന് ഞാൻ വന്നതിന്റെ പേരാണ് മാത്രമല്ല എനിക്കത് കറങ്ങാൻ പറ്റിയത്. അതല്ലെങ്കിൽ ഞാൻ വിചാരിച്ചില്ല ഡൽഹി ഇറങ്ങാൻ പറ്റൂന്നാ.
ഈ കുത്തുമിനാർ കാണാൻ പറ്റുന്ന ഒന്നും വിചാരിച്ചിട്ടില്ല. താജ്മഹൽ കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല. അതൊക്കെ എനിക്ക് RCMൽ വന്നതിന്റെ പേരിൽ എനിക്ക് നടന്ന്. അവിടെ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് എന്റെ ലീഡർ സെൻസാർ പറഞ്ഞ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പല പങ്കുവെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് വീട്ടിലൊരു ഹോം ഷോപ്പ് തുടങ്ങ്, ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് മതി ഹോം ഷോപ്പ് തുടങ്ങാൻ. അപ്പൊ ഞാൻ ഓക്കെ 10,000 രൂപയല്ലേ, തുടങ്ങാം. ഞാൻ വീട്ടിൽ വന്ന് മാർച്ച് 1 തന്നെ ഞാൻ എന്റെ ലീഡേഴ്സ് പറഞ്ഞു ഞാൻ ഹോം ഷോപ്പ് തുടങ്ങണം. അപ്പൊ ബിജു സാറിന് ക്ഷണിച്ചത് മാർച്ച് 5-ാം തീയതി. ബിജു സാർ വന്ന് ഹോം ഷോപ്പ്. അപ്പൊ എനിക്ക് 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. എന്റെ വൈഫിന് മുട്ടിന് സർജറി പറഞ്ഞത് 3,60,000 രൂപയാണ്. ഞാൻ സർജറി ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ആളായിരുന്നു. അത് ഈ RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് എന്റെ ഗുണം കിട്ടി. ഞാൻ ആ സർജറി എന്റെ 3,60,000 രൂപയുടെ കൊടുക്കേണ്ടി വന്നെ. അപ്പൊ ഞാൻ സാറേ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ സാധനം ഉണ്ടാവുള്ളത്. 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിങ്ങാണ്ടാണ് ഞാൻ ഹോം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ബിസാറൊന്ന് ഉദ്ഘാടനം ചെയ്ത് അതിന് ഞാൻ എന്റെ ബന്ധുക്കളെയും എന്റെ കൂട്ടുകാരെയും കുറച്ച് പേരെ ക്ഷണിച്ച് അവരൊക്കെ വന്ന് അവര് തന്നെ 1,00,000 രൂപയുടെ പ്രൊഡക്റ്റ് ഇത്ര പേര് പ്രൊഡക്റ്റ് മേടിച്ചാൽ ഇവിടെ ഒരു ഹോം ഷോപ്പാ. അപ്പൊ ആൾക്കാർക്ക് അറിയില്ല ഇതെന്ത് ഹോം ഷോപ്പ്, വീട്ടിൽ ഷോപ്പ് ഉണ്ടാ. എന്റെ ഭാഗത്ത് ആർക്കും അറിയാം, RCMക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി. സാറെ ക്ലാസ് അവിടെ അതേ സമയത്തിൽ തന്നെ അന്ന് തന്നെ ഒരു 3 പേര് ജോയിൻ ചെയ്ത്. അപ്പൊ അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത് അപ്പൊ അവർക്കും ഇതിന്റെ വിഷയം മനസ്സിലാക്കി. അങ്ങനെ ഞാന് 32 വർഷമായി സ്റ്റേഷൻ മാർക്കറ്റ് നടത്തുന്നത്. അതിൽ നിന്ന് എനിക്ക് കിറ്റ് ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ RCMനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ഹോം ഷോപ്പ് ഒന്നും കൂടി വിപുലീകരിക്കണം എന്ന് എനിക്ക് തോന്നി. ഹോം ഷോപ്പിൽ അറിഞ്ഞു വരുന്നവർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ആരും പുറത്തുനിന്ന് കണ്ടു കയറുന്നില്ല, വീട്ടിലാണല്ല. അങ്ങനെ എന്റെ ഷോപ്പ് നടത്തുന്നത് ഇവിടെ കോതം സെന്ററിൽ തന്നെയാണ്. ഞാൻ ചോദിച്ചു സാറേ എനിക്ക് ഷോപ്പിലേക്ക് മാറ്റാൻ പറ്റുമോ, ഷോപ്പ് നടത്താൻ പറ്റുമോ? അപ്പൊ പറഞ്ഞ് ഷോപ്പ് നടത്താൻ 3 കിലോമീറ്റർ ഗ്യാപ്പിനുള്ള ഷോപ്പ് കിട്ടുള്ളൂ. അക്ഷാറിന് വേണമെങ്കിൽ ഈ ഷോപ്പിൽ കൂടെ കുറച്ച് സാധനം വിറ്റ് വിൽക്കാം. അത് മതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് മാറ്റുകയും ഒരു കേശവന്റെ ഒരു അപ്ഡേറ്റ് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ കേശവന്റെ അപ്ഡേറ്റും RCMന്റെ പ്രൊഡക്റ്റിന്റെയും ഏതാണ്ട് 3,00,000 രൂപയോളം പ്രൊഡക്റ്റ് വെച്ച് ഷോപ്പിന്റെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് ഒരു ഭാഗം ഫുൾ RCM സാധനം മാത്രം വെച്ച് അങ്ങനെ വെച്ച് ഞാൻ ഈ ഡോക്ടർ രാജൻ സാറാണ് അന്ന് അത് ഇനാഗ്രേഷന് വന്നത്. ഡോക്ടർ രാജൻ സാർ ഉണ്ടായിരുന്നു, സജീവ് സാർ ഉണ്ടായിരുന്നു, ബിജു സാർ ഉണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ മകൻ അർജുൻ സാർ ഉണ്ടായിരുന്നു. പിന്നെ പല പല പ്രമുഖ വ്യക്തികളും അന്ന് പങ്കെടുത്ത് 150ഓളം പേര് പങ്കെടുത്തുകൊണ്ടാണ് ആ ഷോപ്പിന് ഇനാഗ്രേഷൻ നടത്തിയത്. എനിക്കതിൽ വളരെ ഒരു എന്താ പറയാ, എനിക്ക് പറഞ്ഞാൽ തീരുള്ള സന്തോഷം. എന്നുവെച്ചാൽ ഡോക്ടർ വന്ന ക്ലാസ് കേട്ടിട്ട് പലവരും ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഉണ്ടല്ലേ, ആർക്കും അറിയൂലായിരുന്നു. എനിക്കതിൽ നിന്ന് വളരെ പെട്ടെന്ന് എനിക്കത് പറയാൻ പറ്റില്ല, അത്ര ഒരു സന്തോഷം എനിക്കത്. എന്നിൽ നിന്ന് എല്ലാവരും വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഡോക്ടർ ക്ലാസ്സും ഇതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ വിവരണങ്ങളും അതൊക്കെ കിട്ടി. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു, അപ്പൊ ആൾക്കാരോട് പറഞ്ഞു ഇത് ഞങ്ങൾക്കും വേണം. അപ്പൊ എനിക്ക് തോന്നി എനിക്കൊരു ടീമിനെ വളർത്താൻ കഴിയും. ആ ഡോക്ടർ ക്ലാസ് വളരെ പ്രചോദനപ്പെട്ട് ഡോക്ടർ അതേപോലെ തന്നെ സജീവ് സാറ് ബിസിനസിന്റെ ക്ലാസ് കൊടുത്ത്. ബിസിനസ് ക്ലാസ് ആൾക്കാർക്ക് ബിസിനസ് ചെയ്യാം, അപ്പൊ എല്ലാവർക്കും ചെയ്യാലോ, ഇത് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ പലവരും എന്നോട് വന്ന് സമീപിച്ച് ഇത് ഞങ്ങൾക്കും തുടങ്ങണം, ഞങ്ങൾക്ക് ചെയ്യാന്നുള്ള. അങ്ങനെ ഞാനത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ എനിക്ക് ജോയിൻ ചെയ്യിക്കാൻ പറ്റി, ഒരു ടീം തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെ അത് നടത്തിക്കൊണ്ട് ആ ഡോക്ടർ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്യാൻ കിട്ടിയത്. ആ ഡോക്ടർ ക്ലാസ് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ മാർച്ച് തുടങ്ങി ഡിസംബർ 1 തന്നെ ഞാൻ എന്റെ ലീഡേഴ്സും എന്നോട് പറഞ്ഞതനുസരിച്ച് അക്ഷരം ഒരു കണക്ക് കുത്ത് എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുന്നത് അറിയാൻ പറ്റും. അങ്ങനെ സെൽസൺ സാറ് ബിജു സാർ എനിക്ക് വേണ്ടി അത്രയും പേച്ചുണ്ട്. അതനുസരിച്ച് സാർ പറഞ്ഞ അതേപോലെ ഞാൻ നീങ്ങി ഓരോ ക്ലാസ്സുകൾ കേട്ട് എവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാതുകുറ്റിയിൽ ഒരു ദിവസം നിന്നുകൊണ്ട് തന്നെ അവിടെ ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്ത് അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഡിസംബറിൽ ഞാൻ സ്റ്റാർ എന്ന പൊസിഷനിൽ എത്തുമെന്ന്. ഇപ്പൊ ഗിരീഷ് സാർ പറഞ്ഞേ ഞാൻ കറക്റ്റ് കണക്ക് കുത്തി 3-ാം തീയതി തന്നെ പറഞ്ഞു ഞാൻ ഏതാണ്ട് ഒരു 25-ാം തീയതി ഞാൻ സ്റ്റാറായി. പക്ഷെ അന്ന് ഞാൻ പുറത്തു വിട്ടില്ല, 30-ാം തീയതി ഞാൻ പുറത്തുവിട്ടുള്ളൂ. ഞാൻ സ്റ്റാറായി എന്റെ താഴെയുള്ള 16 പേര് ഞാൻ അച്ചീവ്മെന്റ് ആക്കിയത്. അതിൽ എല്ലാ പൊസിഷനിലും എത്തി.
സ്റ്റാർ വരെ എത്താവുന്ന എല്ലാ പൊസിഷനിലും എത്തിക്കൊണ്ടാണ് ഞാൻ 16 പേരെ അച്ചീവ് ഞാൻ സ്റ്റാർ എത്തിയത്. അപ്പൊ അതിന് എന്റെ ലീഡേഴ്സിനോട്, എല്ലാ ലീഡേഴ്സിനോടും വളരെ കടപ്പാടുണ്ട്. അവർ പറഞ്ഞ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട്, പിന്നെ ഗിരീഷ് സാറെ ക്ലാസ്, ഇഷാ മേഡത്തിന്റെ ക്ലാസ്, ആ ക്ലാസ്സുകളൊക്കെ നമ്മൾ കൂടുതൽ പ്രയോജനം ചെയ്തത്. പക്ഷെ പലപ്പോഴും ഞാൻ പറയും ക്ലാസ്സിൽ വിളിക്കുമ്പോ, ഞാൻ അന്ന് കേട്ടതല്ലേ, ഞാനില്ല. പക്ഷെ അത് ആൾക്കാർക്ക്, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ക്ലാസ്സുകളും വ്യത്യസ്ത ക്ലാസ്സുകളാണ്. പക്ഷെ വ്യത്യസ്ത ക്ലാസ്സുകൾ കേട്ടണമെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് കേട്ടാൽ അടുത്ത ക്ലാസ് അത് ക്ലാസ് എടുക്കുന്നത് ഗിരീഷ് സാറിനാണെങ്കിലും അതിൽ വ്യത്യസ്തമുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് പഠിക്കാൻ, ഒരേ ക്ലാസ്സിൽ നിന്നും പഠിക്കാൻ പല പല ഇതുണ്ട്. അതുപോലെ ഗിരീഷ് സാർ, സജീവ് സാറ് ക്ലാസ്, പലവരും അശോചന ക്ലാസ് ഞാൻ കേട്ടതാണ്. സജീവ് സാറ് ഒരു ത്രിദിന കോഴ്സ്, ആ ത്രിദിന കോഴ്സ് കേട്ടിട്ട് അതിലാണ് ഞാൻ ശരിക്കും എന്റെ കത്തിയത്. ഞാൻ ആ ത്രിദിന കോഴ്സ് കേട്ടും അതുപോലെ പല പല ക്ലാസ്സുകൾ കേൾക്കുമ്പോ നമ്മൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. അങ്ങനെ കിട്ടിയാൽ പെട്ടെന്ന് നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷെ ആരും മനസ്സിലാക്കണില്ല. എന്നുവെച്ചാല് ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നമുക്ക് ടീം ഡെവലപ്മെന്റ്, അങ്ങനെയാണ് മിഷൻ 50K ഡോക്ടർ രാജൻ സാറും ഗിരീഷ് സാറും കൂടി ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ് 50K. ഈ 50K ഫസ്റ്റ് തന്നെ ഞാൻ അതിൽ പങ്കെടുത്ത് 6 പേരെ ഞാൻ എന്റെ സ്വന്തം പൈസ കൊടുത്ത് 200 രൂപ, 1200 രൂപ 6 പേർക്ക് ഞാൻ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത് എന്റെ കാറിന് ഞാൻ കൊണ്ടുപോയി അവരെ ക്ലാസ് കേൾപ്പിച്ച് തിരിച്ചു വന്ന 6 പേരും ഇന്ന് ബിഗിനർ, സ്റ്റാർട്ടർ, ഈഗിളിൽ എത്തിയിട്ടുണ്ട്. ഈ 3 മാസം എത്തിയിട്ടുള്ളൂ, 4ാമത്തെ മാസം വന്നിട്ടുള്ളൂ. ഇവരെല്ലാവരെയും ഞാൻ വീണ്ടും 50K സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഇവരെ കൊണ്ടു ചെന്ന്, അതില് ഞാൻ സ്റ്റാർ ആയപ്പം തന്നെ ഞാൻ അന്ന് കൊണ്ടുവന്ന 6 പേരും ഒരേ പൊസിഷനിലേക്ക് എത്തി. അതിനെ എനിക്ക് വളരെ അഭിമാനിക്കാം. ഈ 6 പേരും എന്നോട് ഇപ്പോഴും അത് പറയും. അപ്പൊ അതുവരെ നമുക്കതാണ് ഒരേ വിഷയം, നമ്മ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും RCMൽ വിജയിക്കാൻ പറ്റും. പക്ഷെ ആരും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് പോകുന്നതാണ് ഏറ്റവും വിഷയം. കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കലല്ല ഇന്നത്തെ കാര്യങ്ങൾ നടക്കണത്. ഞാൻ ഫസ്റ്റ് എടുത്ത് കുറെ എടുത്ത് വിറ്റ്, ഞാൻ അന്ന് തുടങ്ങി, ഞാനിപ്പോ മാർച്ച് തുടങ്ങി, ഇന്നും 25,000 പേര് ഞാൻ സെൽഫ് അടിക്കുന്നുണ്ട്. എന്താ എനിക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട് ഇന്നും കൂടി ഞാൻ ലാസ്റ്റ് 25,000 പേര് കറക്റ്റ് ചെയ്ത് തീർത്തിട്ട് ഞാൻ ഇന്ന് ഇതിൽ കയറിയത്. അത് എല്ലാ മാസവും കറക്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഷോപ്പില് ഞാൻ നടത്താമല്ലേ, ഞാന് ട്രഡീഷണൽ മാർക്കറ്റ് നടത്തുന്നതാണ്. ഷോപ്പിൽ ഒരു കോൾഗേറ്റ് പേസ്റ്റ് വന്ന് ചോദിക്കുന്നത്, ഒരാളും എല്ലാവരും ചെയ്യാനും പേര് പല്ലേക്കാൻ കോൾഗേറ്റ് പേസ്റ്റ്, ടോയ്ലറ്റ് ക്ലീൻ ആക്കി ചെയ്യാനുള്ളത് ഹാർപ്പിക്ക്, ഇതാ ആൾക്കാരെ വായലുള്ളൂ. ഹാർപ്പിക്ക് ചോദിച്ചു വരും. അപ്പൊ ഹാർപ്പിക്ക് എന്താണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ? ഞാൻ പറഞ്ഞു ഇതിന് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, RCM ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ടോയ്ലറ്റ് ക്ലീനർ. ശരിക്കും ടോയ്ലറ്റ് ക്ലീനർ ആണ്, ഹാർപ്പിക്ക് ആ കമ്പനിയുടെ പേരാണ്. അത് ആർക്കും പറഞ്ഞുകൂടാ, എല്ലാവരും ഹാർപ്പിക്ക് അത് ആൾക്കാരെ വായിൽ പറ്റുള്ളൂ. ഞാൻ പറയും ഈ ഹാർപ്പിക്കിനുള്ള ഗുണം, ഇതിൽ കെമിക്കൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്, അതിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കും. RCMന്റെ പിക്സിയുടെ ഒരു ടോയ്ലറ്റ് ക്ലീനർ അത് ഞാൻ കാണിക്കും, രണ്ടും എടുത്ത് വെക്കും, ഞാൻ പിക്ചറൊക്കെ കാണിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. ആ സ്പോട്ടില് അവരെന്ത് ചെയ്യും, ഹാർപ്പിക്ക് വേണ്ട, പിക്ചർ ടോയ്ലറ്റ് ക്ലീനർ കൊണ്ടുപോകും. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കും. അപ്പൊ അവര് അതിന്റെ ഗുണപ്പെട്ട മോനെ കുഴപ്പമില്ല കേട്ടോ, നല്ല ക്ലീനറാണ്. കോൾഗേറ്റ് പേസ്റ്റ് ചോദിച്ചു വരും. ഈ കോൾഗേറ്റ് പേസ്റ്റ് ഞാൻ എടുത്ത് കൈ പിടിക്കും. ഞാൻ അപ്പൊ തന്നെ നമ്മുടെ കേവിങ്കോന്റെ റെഡ് പേസ്റ്റ് കൊടുക്കും, പച്ച പേസ്റ്റ് കൊടുക്കും. ഇത് രണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. റെഡ് പേസ്റ്റിന്റെ ഗുണം പറഞ്ഞ് മനസ്സിലാക്കും. അതിന്റെ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ സ്വന്തം യൂസ് ചെയ്തിട്ട് നമുക്കതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നാലും പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പേസ്റ്റിന്റെ ഗുണം പറയും. 10 ആള് വരണമെങ്കിൽ 9 പേരും ഞാൻ പറയുന്ന പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട്. ചില ആൾക്ക് വാശിയുണ്ട്, ഞാൻ സൺസോണിക് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കോൾഗേറ്റ് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ പറയും ഈ കോൾഗേറ്റ് പേസ്റ്റ് ഇന്ന് തുടങ്ങി എത്ര വയസ്സായ ചേട്ടനക്ക്? 50 വയസ്സ്. 50 വയസ്സ് വരെ ചേട്ടൻ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് പേസ്റ്റ് അല്ലേ? ഈ കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ചേട്ടനക്ക് എന്ത് നേട്ടം കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടനക്ക് ഒരു 10 വയസ്സുള്ളപ്പോൾ ഇവിടെ എത്ര ദന്ത ഡോക്ടർമാരുണ്ട്? വളരെ കുറച്ചുള്ളൂ. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ എല്ലാവർക്കും ദന്ത ഡോക്ടർമാരാണ്. അത് എന്തിന്റെ ഗുണമുള്ളത്? നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ ഗുണം കൊണ്ടാണ് ഇത്രയും ദന്ത ഡോക്ടർമാർ കൂടിയതും അവിടുത്തെ തിരക്കും. ചേട്ടന് എത്ര പല്ല് കേടായിട്ടുണ്ട്? അവന്റെ 6 പല്ല് കേടാണ്, അല്ലെങ്കിൽ വെപ്പ് പല്ലാണ്, അല്ലെങ്കിൽ അത് അടച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് അതിന്റെ ഗുണം, ഈ കോൾഗേറ്റ് പേസ്റ്റിന്റെ ഗുണം. അപ്പൊ നമ്മുടെ കേവിങ്കോ റെഡ് പേസ്റ്റ് അത് ഉപയോഗിച്ച് നോക്കുക, അതിന്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഉറപ്പായിട്ട് അവർ കൊണ്ടുപോകും.
ഒരു സ്ത്രീ വന്ന് അന്ന് ബി സാറിന്റെ ഷോപ്പിലുണ്ട്. ഞാന് അവർക്ക് കോൾഗേറ്റ് സൺസോണിൻ പേസ്റ്റ് ചോദിച്ചു വന്ന്. ഞാൻ കുറെ പറഞ്ഞ അവരോട്, അവർ മേടിച്ചില്ല. ലാസ്റ്റ് ചേച്ചി സൺസോണിൻ പേസ്റ്റ് മേടിച്ച് 180 രൂപ കൊടുത്ത് പോണ സമയത്ത് ഞാൻ ചേച്ചി ഒരു 10 രൂപ ചേച്ചി ഒരു ഭിക്ഷക്കാർക്ക് കൊടുക്കാറില്ലേ, ഒരു കേവിങ് 10 രൂപ പേസ്റ്റ് ചേച്ചി കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്ക്, ഭിക്ഷക്കാർക്ക് കൊടുത്ത് കണക്കൂട്ടിയാൽ മതി. ആ ചേച്ചി ആ പേസ്റ്റ് എന്നാ 10 രൂപ അല്ലേ മോനെ മേടിച്ചു കൊണ്ടുപോയി. പിറ്റത്തെ ആഴ്ച എന്റെ അടുത്ത് വന്ന്, മോനെ ആ തന്ന പേസ്റ്റ് ഇല്ല ചോന്ന പേസ്റ്റ് അത് തരുമോ? എന്താ വെച്ചാൽ അത് ചേട്ടൻ പറഞ്ഞ നല്ല പേസ്റ്റ് എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ഗുണം. അപ്പൊ അതുപോലെ നമ്മ ഓരോന്നിന്റെ ഗുണം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വിൽക്കാൻ പറ്റും, വിജയിക്കാൻ പറ്റും. പിന്നെ നമ്മ ടീം വർക്ക്, നമ്മ ഒരു 2000 രൂപ കൊടുത്തുകൊണ്ട് നമ്മ ഒരു ഇതില് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് 2000 രൂപ അവർക്ക് വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള പ്രൊഡക്റ്റേ ഉള്ളൂ. അത് നമ്മ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ ഒരു 10,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കമ്പനിയുടെ പ്രീമിയർ കസ്റ്റമറുമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് എടുക്കാന്നുള്ള പ്രൊഡക്റ്റ് എടുക്കാം. ബാക്കിയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ 2-3 പേർക്ക് ആദ്യം കൊടുത്തു നോക്ക്. അതാരും മേടിക്കൂല. ഞാൻ വന്ന് പറയാം. അതിനെ ഞാൻ പലവരെയും 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ജോയിൻ ചെയ്യിച്ച് അവരെയും കൊണ്ട് അവരെ ബന്ധുക്കാരെ വീട്ടിൽ ഞാൻ ഇറങ്ങി ചെല്ലും. ഞാൻ ചെന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ അവരെ മേടിക്കും. ഇപ്പൊ അവരൊക്കെ ഇതിന്റെ കസ്റ്റമറായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 പ്രാവശ്യം അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അവരുടെ അതിന്റെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഉണ്ടല്ല നമ്മ പണിയെടുക്കും, വേറെ ആരെങ്കിലും വന്നിട്ട് കൊത്തിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ID കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ജോയിൻ ചെയ്യിക്കണം. അതല്ലാതെ നമ്മ അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മ എല്ലാം വരെ പഠിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത അവരെ കൊത്തിക്കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ടീമിൽ കിട്ടൂല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പ്രൊഡക്റ്റ് കൊടുത്താൽ പോലെ മാത്രം പോരാ, അവരെ ജോയിൻ ചെയ്യിക്കണം. നമുക്ക് വിൽക്കുന്ന ലാഭമല്ല നമ്മുടെ ലാഭം. നമുക്ക് ജോയിനിങ് കൂട്ടിക്കൊണ്ട് അതാണ് നമുക്ക് കിട്ടുന്ന ലാഭം. ഇത് വിറ്റാ കിട്ടുന്നത് നമ്മൾ നമുക്ക് ഈ സഞ്ചി കയറ്റി നടക്കാൻ പറ്റും. അത് വളരെ കുറച്ച് നാള് നമ്മൾ ടീം ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ട് ടീമിനെ വളർത്തുക, അതെല്ലാവരും ശ്രദ്ധിക്കുക. അന്നത്തെ നമുക്ക് വിജയം ഉണ്ടാകും. അതുപോലെ ഓരോ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളും അത് ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അത് പങ്കെടുക്കുക. അത് പങ്കെടുത്തുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങളും നമ്മുടെ താഴെയുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. അപ്പോൾ അവർക്കും മനസ്സിലാവുള്ളൂ. ഇത് ആരും ഇപ്പൊ എനിക്കറിയാം, പല ആൾക്കാരും ലീഡേഴ്സ് പോലും അത് കേട്ടാൽ ഞാൻ അടുത്തവരോട് പറയും. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ഒരു 10 പേരുണ്ടെങ്കിൽ ചിലപ്പോ 5 പേരെ പങ്കെടുത്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി 5 പേര് ഒന്നും അറിയണില്ല. ബാക്കി 5 പേരെ നമ്മൾ വിളിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പൊ ഞാനിപ്പോ കൂടുതൽ കാരണം പറഞ്ഞു, കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. ഈ കുടുംബശ്രീ യൂണിറ്റില് ഞാൻ എല്ലാ പ്രൊഡക്റ്റും കൊണ്ട് ഞാൻ പോകും. അവിടെ കൊണ്ട് പോയെങ്കിൽ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവര് 1-2 പ്രൊഡക്റ്റ് മേടിക്കുള്ളൂ. പിന്നെ ഉറപ്പായിട്ട് അവർ നമ്മളെ വിളിച്ച് നമ്മളെ ഈ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുന്നുണ്ട്. അങ്ങനെ കുടുംബശ്രീ യൂണിറ്റ് മുഖേന നമുക്ക് കണ്ടമാനം പ്രൊഡക്റ്റ് വിറ്റൊഴിക്കാൻ പറ്റും. അത് വിറ്റുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യണം, അതിന് വിൽക്കാൻ നിൽക്കരുത്. നമ്മ അതിന്റെ സെക്രട്ടറിയെ പ്രസിഡന്റിനെ കണ്ട് വിവരങ്ങൾ പറയാ. നിങ്ങൾക്കും ഇതിൽ ഒരു അവസരമുണ്ട്, നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഈ പ്രൊഡക്റ്റ് ഇന്ന വിലക്ക് കിട്ടും, നിങ്ങൾക്ക് ഇന്ന വിലക്ക് വിൽക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്ത് പറയും, എന്നാ ഓക്കെ ഞങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആരോ ഒരാളെ പേരിൽ നമ്മൾ ID അടിച്ചു കൊടുക്കുന്നു. അപ്പൊ അവരിന്ന് ആ 10-15 പേര് കുടുംബശ്രീയിലുണ്ട്. അപ്പൊ ആ കുടുംബശ്രീക്കാർക്ക് അവരെന്നെ സാധനം വെക്കും. അപ്പൊ ലാഭം ആർക്കുണ്ട്? ആ കുടുംബശ്രീയിൽ ആ യൂണിറ്റിൽ തന്നെ അതിന്റെ ലാഭം കൂടി വരും. ഞാൻ പറഞ്ഞു കൊടുക്കും, ഒരു പേസ്റ്റ് വിറ്റാൽ നിങ്ങൾക്ക് 13-12 രൂപ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, അപ്പൊ നിങ്ങൾ 10 പേസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 120 കുടുംബശ്രീക്ക് ലാഭമായി. ഇതൊരു വർഷം എത്തുമ്പോൾ നിങ്ങൾക്ക് പങ്കുവെച്ചെടുക്കാം. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത കുടുംബശ്രീയിൽ ഇപ്പൊ 6 മാസം കൊണ്ട് അവർ പറഞ്ഞ് 4000 രൂപ ഞങ്ങൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെന്ന്. ഈ ലാഭം ഒരു കൊല്ലെത്തുമ്പോ അവർക്ക് പങ്കിട്ടെടുക്കാം. അത് ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പൊ അത് അവർക്ക് വളരെ സന്തോഷമായി അവർക്ക്. അതുപോലെ ഓരോ കുടുംബശ്രീ യൂണിറ്റുകളെ നിങ്ങൾ എല്ലാവരും അതുപോലെ ജോയിൻ ചെയ്യിച്ച് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണുണ്ടായി. എന്നും നമുക്ക് വിറ്റ് ലാഭം മാത്രം നമ്മൾ മേടിക്കരുത്. നമുക്ക് കിട്ടുന്ന ലാഭം ഫസ്റ്റ് ലാഭം മേടിക്കുക. പിന്നെ അവര് ചെയ്യുന്ന വോളിയം നമുക്കുള്ളതാണ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഇതേപോലെ എത്രയും പെട്ടെന്ന് അപ്പൊ നമ്മൾക്കും അതിൽ നിന്ന് അതിന്റെ ഫസ്റ്റ് വോളിയം കയറുമ്പോൾ നമുക്കും കയറിപ്പോകാൻ പറ്റും. ഇപ്പൊ എന്താ, കഴിഞ്ഞ മാസം ഞാൻ ഡിസംബറിൽ ഞാൻ സ്റ്റാറായി. ഈ മാസം ഞാൻ ഗോൾഡ് ആവണമെന്ന് പ്രതീക്ഷിച്ചു. എനിക്ക് കുറച്ച് എന്റെ വൈഫിന്റെ ഉമ്മാക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. കൂടുതൽ ഇറങ്ങാൻ പറ്റില്ല. അതിന്റെ പേരിൽ എന്തായാലും അടുത്ത മാസം ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഞാൻ കയറും. ഞാൻ അങ്ങനെ കണക്ക് ചെയ്യാൻ ഈ മാസം തന്നെ ഈ മാസം ഇന്ന് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം അത് കണക്ക് കുത്തി അത് ഫുള്ളാക്കിയിട്ട് അടുത്ത മാസം എന്റെ കൂടെ ഉള്ള കഴിഞ്ഞ മാസം 16 പേര് അച്ചീവ് ചെയ്ത ഇത്തവണ ഞാനതിൽ 25 പേരെങ്കിലും ചുരുങ്ങിയത് അച്ചീവ്മെന്റ് ആക്കിയിട്ട് എനിക്ക് എന്റെ മുകളിൽ 25 എനിക്ക് എന്റെ കയറ്റമല്ല, എനിക്ക് എന്റെ വിജയം.
എന്റെ കൂടെ നിൽക്കുന്നവരെ അവരാണ് ഏത് പൊസിഷനിൽ എത്തേണ്ടത്, അവരെത്തിക്കലാണ് എന്റെ വിജയം. അല്ല എനിക്ക് വിജയിക്കുന്ന എനിക്കൊരു ആഗ്രഹമില്ല. അവരെ ഞാൻ വിജയിപ്പിക്കാം. എല്ലാവരൊപ്പം ഞാൻ നിൽക്കും, അവർക്ക് എല്ലാ കാര്യം ചെയ്ത് കൊടുക്കും, അവരെ വിജയിപ്പിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ വിജയിക്കുന്നില്ല, ഞാൻ ഓട്ടോമാറ്റിക്കലി വിജയിക്കണ്. എനിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നില്ല. എന്റെ ടീമിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ആ ടീമിനെ വിജയിപ്പിക്കുമ്പോ എനിക്കും വിജയിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും നടക്കുന്നതാണ്, എല്ലാവർക്കും അതുപോലെ തന്നെ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരേ ടീമുകൾ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടുക, ആൾക്കാരെ കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക, അത് തീർച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ തന്നെ ടീം ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അല്ല, പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ നമ്മൾക്ക് പറ്റാവുന്ന ആൾക്കാരൊക്കെ നമ്മ കൊണ്ടുപോകണം. ഇപ്പൊ പുതിയ ആൾക്കാർ അവർക്ക് ഇപ്പൊ ഈ ബുദ്ധിമുട്ട് ചിലപ്പോ 200 എടുക്കണ്ടേ, 100 എടുക്കണ്ടേ, എടുക്കൂല. അത് നമ്മള് ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യണത്. അവർക്ക് വേണ്ടി നമ്മ 100-200 രൂപ നമ്മൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കണക്ക് കൂട്ടിയാൽ മതി. അത് നമ്മൾക്ക് ഒരു കൊല്ലം എത്തണ്ട, അതിന് കാശ് നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ ഓരോരുത്തരും ഒരേ പ്രോഗ്രാമിന് കൊണ്ടുപോകാം. ഇപ്പൊ 2-ാം തീയതി കറുകുറ്റിയിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് സ്റ്റാർ മീറ്റിംഗ് ആണ്. സ്റ്റാർ ഞാനും വൈഫും ഞാൻ പോകും. അവിടെ പോയിക്കൊണ്ട് അതുപോലെ പ്രോഗ്രാമുകൾ കണ്ടെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അനുഭവങ്ങൾ, നമ്മുടെ ഒരേ ലീഡേഴ്സ് നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത് അതനുസരിച്ച് നമ്മൾ നീങ്ങണമെങ്കിലില്ല, നമുക്ക് അവർ പറയുന്ന പോലെ തന്നെ നീങ്ങി നമുക്ക് അറിയാൻ നീങ്ങണമെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ സാധിക്കും. അത് നമുക്ക് RCMലൂടെ മാത്രം കഴിയുള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, 32 വർഷമായി ഞാൻ റീറ്റെയിൽ മാർക്കറ്റിംഗ് നടത്തുന്നത്. എനിക്ക് ഇതുവരെയും കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. കാര്യം വന്നാൽ സമ്പാദിച്ചിട്ടും ഇല്ലാന്ന് സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു 5-6 വർഷത്തിൽ ശരിക്കും ഞാൻ പോകുന്ന നഷ്ടത്തിലെ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ലാഭമൊന്നുമില്ല, നമുക്ക് കാര്യം കൊണ്ട് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ RCMൽ നിന്ന് അനുഭവം എനിക്ക് കിട്ടിയ തോന്നി. എനിക്ക് എന്റെ മക്കളെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി എല്ലാവരും പറയും, ഈ മക്കൾക്ക് കുറച്ച് ഭൂമി വാങ്ങിച്ചിടും, അത് വിറ്റ് അത് അവരെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അത് പിന്നെ വരുമാനം ഉണ്ടാവില്ല. ഈ RCM എന്നൊരു പ്രസ്ഥാനത്തിലെത്തി നമ്മ പാസേജ് ഇൻകത്തിലേക്ക് നമ്മ എത്തി. അത് നമ്മൾക്ക് മാസം ഇപ്പൊ ഈ സ്റ്റാർ എമറാൾഡിലേക്ക് എത്തി നമുക്ക് 1 ലക്ഷം രൂപ നമുക്ക് മാസം വരുമാനം കിട്ടും. എത്രയോ പേര് സ്റ്റാർ എമറാൾഡ് നിൽക്കുന്നുണ്ട്. ഈ എമറാൾഡ് 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മ സമയത്ത് ഭൂമിയിൽ ഇല്ലാതെ ഈ 1 ലക്ഷം രൂപ നമ്മുടെ മക്കൾക്ക് കിട്ടുമോ? അപ്പൊ എല്ലാ 6-ാം തീയതി 7-ാം തീയതി ഈ മക്കൾ നമ്മൾ ഓർക്കും, എന്റെ വാപ്പ ചേച്ചിന്റെ വലിയ കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മ കുറച്ച് ഭൂമി മേടിച്ചിട്ടാ കുറെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഒരു കാര്യമില്ല. ആ പൈസ എടുത്തിട്ട് തീർന്നു പോകും, പിന്നെ അവർക്ക് കൂട്ടാൻ പറ്റൂല. ഭൂമി മേടിച്ചിട്ട് അത് വിറ്റ് അത് അവർ വിരുവലം ചെയ്യും, അത് തീർന്നു പോയി. പക്ഷെ നമ്മ RCM അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ മക്കളെ കാലത്തേക്കും അവർക്ക് അതൊരു വരുമാനമായി കിട്ടും. അതെല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഓരോ പൊസിഷനിലും എത്തണം. ആ പൊസിഷനിൽ എത്തിയെങ്കിൽ മാത്രമേ ആ വരുമാനം നമുക്ക് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു മുമ്പ് ഗിരീഷ് സാർ പറഞ്ഞു 39 മാസം കൊണ്ട് ഗിരീഷ് സാർ എമറാൾഡായിരുന്നു. അന്ന് ഇത്രയും പ്രൊഡക്റ്റ് ഇല്ല. ഇന്ന് 36 മാസം ഒന്നും വേണ്ട. ഇന്ന് ചുരുങ്ങിയത് കൂടി 24 മാസം എന്റെ കണക്കൂട്ടില്. ഞാൻ 1 വർഷം കൊണ്ട് 7-ാമത്തെ പടി എത്തുക. അന്ന് ഗിരീഷ് സാർ ഞാൻ പറഞ്ഞു അടുത്ത 1 കൊല്ലത്തുമ്പോഴും ഞാൻ 14-ാമത്തെ പടി, അതെന്താണ് എമറാൾഡാണ്. അതിലേക്ക് എത്താൻ കഴിയും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ എല്ലാവർക്കും അവരെത്താൻ കഴിയും. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പറയുമ്പോൾ ആ മക്കൾക്കൊരു സമ്പാദ്യം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യല്ല വേണ്ടത്. ഈ RCM എന്ന പോലത്തെ നല്ല പല കമ്പനികളുണ്ട്, അതൊന്നും ഇതേപോലത്തെ കമ്പനിയല്ല. ആ RCMൽ നമ്മ ഇൻവെസ്റ്റ് ചെയ്യുക. RCMൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളെ മക്കളെ കാലത്ത് കിട്ടുന്ന ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഗുണം എല്ലാവർക്കും കിട്ടും. അതെല്ലാവരും അത് എന്താ പറയാ, ഞാൻ പറയാൻ വാക്കുകളില്ല, അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയും ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടില് RCM എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. ഈ RCM പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ഈ RCMനെ എത്തിച്ചു കൊടുക്കാം. കഴിഞ്ഞ കറുകുറ്റി പരിപാടിയാണ് എന്നോട് ഡോക്ടർ രാജൻ സാർ പറഞ്ഞത്, നിങ്ങൾ നൂറ്റിച്ചാറ് പ്രൊഡക്റ്റ് വിൽക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ ഞാൻ പ്രയോഗിച്ച് വളരെ ഗുണം ചെയ്ത്. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ ഞാൻ മുണ്ടുകൊടുത്തും ഷർട്ട് ഇട്ടും ചെല്ലാറ്, ഇങ്ങനെ RCMന്റെ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് നൂറ്റിച്ചാർജ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ അതൊന്നും വേണ്ട, അത് മാറ്റി ഇപ്പൊ എന്തെയും പാന്റ് ഷർട്ട് ഇട്ട് ഒരു നമ്മളെ ID കാർഡൊക്കെ നമ്മൾ കഴുത്തിലിട്ട് അവിടെ ചെല്ലും. ഇങ്ങനെ ഇത് നൂറ്റിച്ചാർജ് പ്രൊഡക്റ്റ് ആണ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും എല്ലാവരും കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അവര് ഇപ്പൊ ഒന്നും വേണ്ട, അല്ലെങ്കിൽ മാഡം ഞങ്ങള്
വിൽക്കാൻ വന്നതല്ല, ഇതിന് പരിചയപ്പെടുത്താൻ വന്നതാണ്. അതെ, പരിചയപ്പെടുത്താൻ വന്നാണോ? എന്നാ ഓക്കെ എന്നാ സാറേ. അപ്പൊ അവര് ചേട്ടാ നിങ്ങൾ വന്നേ ഇങ്ങോട്ട്, എന്താ ഇവര് എന്തോ ഒരു പ്രൊഡക്റ്റ് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ എന്ത് ചെയ്യും, വുമൺ ടാബ്ലറ്റ് എടുത്തങ്ങായിട്ട് വൈഫിനോട് പറയൂല, ഭർത്താവിനോട് പറയും. ഇതാണ് വുമൺ ടാബ്ലറ്റ്, ഇതിന്റെ ഗുണങ്ങള് പറഞ്ഞ് ഈ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കും. ഭർത്താവ് അതെ. അപ്പൊ എന്താണ്, ഭർത്താവിന് അറിയാം വൈഫിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഭർത്താവിന് അറിയാൻ പറ്റും. ഭാര്യ പറഞ്ഞാൽ അതൊന്നും വേണമെന്നേ ഉള്ളൂ. അപ്പൊ അതായത് ആ വുമൺ ടാബ്ലറ്റ് എന്ത് ചെയ്യും, ഈ ഭർത്താവിലേക്ക് കൊടുക്കും. അപ്പൊ ആള് മറച്ചും തിരിച്ചു നോക്കിയിട്ട് വായിച്ചു നോക്കും. അപ്പൊ എന്ത് ചെയ്യും, ചേച്ചിനെ വന്നേ, ഇതാണ് വുമൺ ടാബ്ലറ്റ്, ഇതിന് ആണുങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അതൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും, ഭാര്യനോട് പറയും. ഇതാണ് ഭാര്യ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുമോ, ചേട്ടന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ല, അപ്പൊ മനസ്സിലുണ്ടാവും അത്. അപ്പൊ എന്ത് ചെയ്യും, അവർ കൈ കൊടുക്കും. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യും, അങ്ങോട്ടും മെൻ ടാബ്ലറ്റും വുമൺ ടാബ്ലറ്റും രണ്ടുപേരും തിരിച്ചു മറച്ചു നോക്കും. ചേട്ടന് മേടിക്കേട്ടാ, ഇത് ചേട്ടനക്ക് വേണം, എനിക്കൊന്നും വേണ്ടേ. അപ്പൊ ചേട്ടൻ പറയും, ഇത് നീ മേടിച്ചോ, ഇത് എനിക്ക് വേണ്ടാണ്. അത് രണ്ടുപേരും മേടിക്കും. അപ്പൊ എന്താ, നമുക്ക് അവിടെ വുമണും വിറ്റ് അവിടെ മെന്നും വിറ്റ്, അപ്പൊ രണ്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിഞ്ഞു. അത് വിൽക്കാൻ പറ്റി പല അനുഭവം എനിക്കുണ്ട്. അപ്പൊ അത് നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിൽ, എനിക്ക് കൊളസ്ട്രോള് 320 ഞാൻ തൊട്ടപ്പുറത്തിന്റെ ലാബ് ഉണ്ട്, ഞാൻ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഞാൻ ഈ റൈസ് ബ്രാൻഡ് ഓയിൽ ഞാൻ ഡെയിലി ഒരു സ്പൂൺ വെച്ച് കുടിക്കും. വേറെ ഒരു ടാബ്ലറ്റും കഴിച്ചില്ല, മഞ്ഞപ്പൊടി കുടിക്കും. 1.5 മാസത്തെ വീണ്ടും ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത്, അപ്പൊ 160 നേർപകുതി എന്റെ കൊളസ്ട്രോള്. അപ്പൊ എന്നോട് അവിടെ മേഡം പറഞ്ഞു, സാറ് എന്താ കഴിച്ചത്? ഞാൻ ഒരു ഗുളിയും കഴിച്ചിട്ടില്ല, റൈസ് ബ്രാൻഡ് ഓയിൽ കുടിച്ചിട്ടാണ് എന്റെ ഈ കൊളസ്ട്രോള് പകുതി 160 അതെ. അതിനുശേഷം അവിടെ ആ ലാബിൽ വന്ന് ആര് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണാൻ പറയൂല, അവർ നേരെ പറയും നീ അപ്പുറത്ത് ആക്ഷൻ ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിൽ ചെല്ലാൻ പറയും. അപ്പൊ എന്റെ അടുത്ത് വരും, ആഷിക്കാരാണ്, ഞാനാണ്, എന്തേ? അതെ, ഞാൻ ആ ലാബില് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ കൊളസ്ട്രോള് 350 ഉണ്ട്. അതെ, മരുന്നൊന്നും കഴിക്കണ്ട, ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ മേഡം പറഞ്ഞത് എന്നെ കാണാൻ പറഞ്ഞത്. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മരുന്നൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ മരുന്നൊന്നും കഴിക്കണ്ട, ഞാൻ ഈ റൈസ് ബ്രാൻഡ് ഓയിലും നമ്മുടെ RCMന്റെ മഞ്ഞപ്പൊടിയും കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഇത് ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിക്കാം. പിന്നെ കഴിച്ച റിസൾട്ട് നിങ്ങളിലുണ്ടല്ല, 1 മാസം നിങ്ങൾ ഈ നമ്മുടെ റൈസ് ബ്രാൻഡ് ഓയിലും ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടുങ്ങായിട്ട് കഴിക്കൂ. നിങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല എന്ന് ഞാനൊരു ഗാമ തരാന്ന് പറഞ്ഞു. അതിന് ചിലവർ ഗാമയും മേടിക്കും. പിറ്റത്തെ മാസം അവരൊന്ന് ടെസ്റ്റ് ചെയ്തു, എന്താ പറയും, തിരിച്ചെന്റെ അടുത്ത് വരും, ഇക്ക കൊളസ്ട്രോൾ കുറഞ്ഞിട്ടാ, എത്രയായി? 50 കുറഞ്ഞു, അല്ലെങ്കിൽ 100 കുറഞ്ഞു. അപ്പൊ അതിനുശേഷം ഞാൻ ശരിക്കും അവിടെ ഡോക്ടർ പോലെ ആയിപ്പോ അവിടെ എല്ലാരും എന്റെ അടുത്ത് വിടുന്നത്. അപ്പൊ കൊളസ്ട്രോൾ ഉള്ളവർക്ക് റൈസ് ബ്രാൻഡ് ഓയിൽ കൊടുക്കുക, അതുപോലെ ഗാമയും കൊടുക്കാൻ വേണ്ടി ഗാമയും കൊടുക്കുക. പിന്നെ കമ്പനി പറയുന്ന ഒരേ അച്ചീവ്മെന്റും നമ്മൾ ചെയ്യാൻ കഴിവ. ഇപ്പൊ കഴിഞ്ഞ കീസോളിന്റെ 25,000 PV ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മൾ 25,000 PV ചെയ്തു. അതിനുശേഷം ഗാമ 100 എന്റെ വലിയ വലിയ ലീഡേഴ്സ് 100 ചെയ്തെന്ന് തോന്നി. അപ്പൊ എനിക്ക് തോന്നി, ലീഡേഴ്സ് 100 ചെയ്യാൻ എനിക്ക് 100 ചെയ്യാൻ പറ്റൂലേ, ഞാൻ 100 അന്ന് തന്നെ ഞാൻ എന്റെ ഐഡിയയിൽ ഞാൻ 100 അടിച്ച് ഞാനും ഗാമ 100 ചെയ്ത്. അതുപോലെ നമുക്ക് ഒരേ അച്ചീവ്മെന്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 100 ഞാൻ എടുത്തിട്ട് ഞാനത് 1.5 മാസം എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ 100 ഞാൻ വിറ്റ് തീർത്ത്. എന്റെ വൈഫ് ഷമിത മേഡം ചോദിച്ചു, 100 എന്ത് ചെയ്യും? ഞാൻ ഇതൊക്കെ നമുക്ക് വിൽക്കാൻ കഴിയും. നമ്മൾക്ക് ജനത്തിന് മുമ്പിൽ നമ്മ ഇറങ്ങിച്ചെല്ല, മടിക്കരുത്. ഇതിൽ പറയാറുണ്ട്, മടി പേടി, ഈ 2 D മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റുന്നു. ഇപ്പൊ ആദ്യം പറഞ്ഞ ഭയങ്കര മടിയായിരുന്നു, ആ D മാറ്റി. പിന്നെ വലിയ കുടുംബത്തിൽ പേടിയായിരുന്നു, ഇപ്പൊ പേടി മാറ്റി. പട്ടികളുടെ പേടി, ചെല്ലാം പേടി, നിങ്ങൾ ചെല്ലുമ്പോ അവരെന്ത് പറയും നമ്മളെ. അത് ഡോക്ടർ രാജൻ സാറിന്റെ ID കാർഡ് കയറാൻ പറഞ്ഞ് ഗുണം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് 2 പേർക്കും വ്യത്യസ്തമായി പറഞ്ഞു കൊടുത്തു. അവർക്ക് ആ പേടി മാറി. കഴിഞ്ഞ ആഴ്ച എന്റെ ഷോപ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു, അവര് ഓയിൽ വാങ്ങാൻ വന്നാണ്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഭയങ്കര ക്ഷീണം ചേട്ടന് രാവിലെ എണിക്കാനൊന്നുമില്ല. ഞാൻ വേഗം എന്ത് ചെയ്ത് ചേച്ചി മെൻഡേവിട്ട് കൊടുക്ക്. ചേട്ടൻ സമ്മതിച്ചില്ല. അതേപോലെ തന്നെ ആ വീട്ടിൽ ചെന്ന് പറയുന്ന അതേപോലെ തന്നെ ഷോപ്പിൽ വന്നപ്പോൾ 2 പേരും മാറ്റി അങ്ങനെ വുമണും കൊടുത്ത് മെന്നും കൊടുത്ത് അവരെ ജോയിൻ ചെയ്യിച്ചു. അല്ലെങ്കിൽ അവരില്ല, അവർക്ക് ആ ഗുണം കിട്ടിയാൽ അവര് തൊട്ടടുത്ത് വേറെ ഷോപ്പുകളുണ്ട്, അത് നമ്മളെ കയ്യിൽ നിന്ന് പോകും. അവരാ ഗുണം വളപ്പെടുത്തുന്നെങ്കിൽ അവരവിടെ ജോയിൻ ചെയ്യിക്കും. ഞാൻ വേഗം ചെയ്ത് ഈ ലാഭം നോക്കിയില്ല, ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ ലാഭത്തിന് കൊടുത്ത് അവരെ ജോയിൻ ചെയ്യിച്ച്. ഇപ്പൊ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്ന് വീണ്ടും മേടിച്ചവര്. അപ്പൊ അതുപോലെ നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾക്ക് പറഞ്ഞ മടിയും പേടിയും മാറ്റിക്കൊണ്ട് നമ്മൾ ഓരോ വീടുകളിൽ കയറി ചെല്ലുക. ആർക്കും ഇപ്പൊ ഫാമിലി ആയിട്ട് ഇറങ്ങിയാണ് വളരെ ഉപകാരമുണ്ട്. ഫാമിലിയാണ് ഇതിന്റെ ഗുണം.
ഫാമിലി ചെല്ലുമ്പോൾ അവർ പറയും ഫാമിലി കണ്ടാ വരുന്നത് അവർക്ക്, അല്ലെങ്കിൽ പല നെറ്റ്വർക്ക് നടക്കുന്നുണ്ട് ഈ തോളിൽ ബാഗ് കൂട്ടുങ്ങാട്ട്. പക്ഷെ എനിക്ക് വേണ്ടെന്ന് വിളിക്കുള്ളൂ. ഫാമിലി ആയിട്ട് ചെല്ലുമ്പോഴാ ഇവരെന്തോ കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നെങ്കിൽ ഇതെന്തോ അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് പോകാൻ പറ്റും. ഒരു ഫാമിലി ആയിട്ട് പോയാൽ നിങ്ങൾക്ക് 100% വിജയിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഏറ്റവും നമ്മൾ ഒരാൾ ഒറ്റക്കല്ല പോകേണ്ടത്, ഫാമിലിയും കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വീട്ടിൽ കയറി 10 വീട്ടിൽ കയറിയാല് 10 വീട്ടിലും പ്രൊഡക്റ്റ് മേടിക്കും. നമുക്ക് ആരും പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. സ്ത്രീകൾക്ക് അറിയാം, സ്ത്രീകൾ പറ്റിക്കാൻ പറ്റില്ല ചിലർ തോന്നലുണ്ട് അവർക്ക് ഒന്ന് ചെല്ലുമ്പോൾ. അതല്ല നമ്മൾ എന്നാൽ ആദ്യം ഞാൻ ഒറ്റക്ക് പോയിരുന്നത് വേണ്ട നെറ്റ്വർക്ക് അല്ലേ, ഞങ്ങൾക്കറിയാം നെറ്റ്വർക്ക്, ഇത് കുറെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സാറ് നെറ്റ്വർക്ക് അല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് അല്ല, നമുക്കിത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഞങ്ങൾ പറയണില്ല. നിങ്ങൾക്ക് ഏറ്റവും നമുക്ക് ആരോഗ്യ പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ, കുറച്ചൊന്നുമില്ല, നമുക്ക് ഇറങ്ങിയാലേ അറിയുള്ളൂ. എല്ലാവർക്കും ആരോഗ്യ പ്രശ്നമാണ്. നമ്മുടെ ഈ RCM എന്നൊരു പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് അവർക്ക് ആരോഗ്യം നമുക്ക് വീണ്ടെടുത്ത് കൊടുത്താണ്ടല്ല, നമ്മൾക്ക് പുണ്യം നമ്മുടെ ഇവിടെ നിന്നല്ല, ദൈവത്തിന് പുണ്യം കിട്ടും. ദൈവം നമുക്ക് അതിനുള്ള പുണ്യം നമുക്ക് തരും. ജനങ്ങ ഒരു 10 ആൾക്ക് നമ്മ ആരോഗ്യം കൊടുത്തു നോക്കിയേ, ദൈവം തരുന്ന പുണ്യം ഉണ്ടല്ല, നമുക്ക് അടിക്കടി കയറാൻ പറ്റും. അത് നമ്മളെ നിശ്ചയിക്കുന്ന ദൈവവും നമുക്ക് എന്ത് നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഇവൻ 10 ആൾക്ക് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, ഇവൻ രക്ഷപ്പെട്ട്, അപ്പൊ അങ്ങനെ രക്ഷപ്പെടുത്തും. അത് അതേപോലെ കാര്യങ്ങൾ നീക്കുക, നിങ്ങൾ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് തൊഴിലില്ല. എന്നാ പഠിച്ച ആൾക്കാര്, ഇപ്പൊ എന്റെ മോള് തന്നെ MBA പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ എന്തിനീ MBA പഠിക്കണത്? ഇപ്പൊ അവള് ബാംഗ്ലൂർ പഠിച്ച് ഇപ്പൊ പഠിപ്പ് കഴിഞ്ഞ് ഏകദേശം എനിക്കൊരു 10 ലക്ഷം രൂപയും ചെലവായി. ഞാൻ പറഞ്ഞു എന്തിനാണ് മോളെ അപ്പൊ കാശ് കളഞ്ഞത്? എനിക്ക് പഠിക്കണം. എന്നാ പഠിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് ഇപ്പൊ ജോലിക്ക് നോക്കിയപ്പോ കിട്ടണത് പല ജോലിക്കും അവളിപ്പോ ഇന്റർവ്യൂ നടത്തി. പാപ്പച്ചി അവിടെ 15,000 രൂപ ശമ്പളം ഉള്ളൂ. ഞാൻ 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് എനിക്ക് 15,000 ശമ്പളമല്ലേ കിട്ടണത്? ഞാൻ അന്ന് പറഞ്ഞില്ലേ? അല്ല അവൾ ആഗ്രഹമായിരുന്നു, പഠിപ്പിച്ച്. അപ്പൊ ഇപ്പൊ ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർക്ക് പോയി. അപ്പച്ചി ഒരു കമ്പനി വിളിച്ചിട്ടുണ്ട്, 25,000 ശമ്പളം, ഞാൻ കയറണോ? നീ പണിയേ അതെത്ര പഠിച്ചില്ലേ? എന്റെ 10 ലക്ഷം രൂപ കളഞ്ഞല്ലേ? നീ അവിടെ തന്നെ കയറിക്കൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടില്ല. 10 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ RCM എന്താകാൻ പറ്റുമായിരുന്നു? അതാണ് കണക്കൂട്ടിയില്ല. അതായത് മക്കളെ ആഗ്രഹമല്ലേ, നമ്മ നിരസിച്ചില്ല. എനിക്കറിയാം ഇപ്പൊ എന്റെ മോനും RCM പറയുമ്പോ വളരെ കയറണില്ല. ഞാൻ പറഞ്ഞു ഒരു 2-3 കൊല്ലം കഴിഞ്ഞോട്ടെ നിങ്ങൾ വാപ്പച്ചി വിളിക്കാൻ പറ്റി. വാപ്പച്ചി RCM മതി, എന്റെ കൂടെ വരുന്ന എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. RCM നമുക്ക് അത്രയും തരുന്നുണ്ട്. ഇപ്പൊ വാരിക്കോരി തരുന്നത്. പഴയ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മുമ്പ് ആൾക്കാർ പറയുമ്പോ ഇപ്പൊ ഇത് മാറി, ഇപ്പൊ ഒന്നും കിട്ടൂല. പക്ഷെ എനിക്ക് ഇപ്പൊ വന്നാൽ എനിക്കറിയുള്ളൂ. 10 മാസം കൊണ്ട് എനിക്ക് RCM എന്താന്ന് എനിക്കറിയുള്ളൂ. ഈ RCM ഈ 10 മാസം കൊണ്ട് നമുക്ക് വാരിക്കോരി കൊട്ടയിൽ തന്നത്. ഇപ്പൊ കഴിഞ്ഞ മാസം എനിക്ക് 11,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റും കിട്ടി, 12,000 രൂപ ക്യാഷും കിട്ടി. അതെന്താ ആരാ? RCM അല്ലേ? വേറെ ഏത് കമ്പനിക്ക് അടക്കം തരാനുണ്ട്? ഒരു കമ്പനി നടക്കൂല. ഞാൻ 32 വർഷം ഞാൻ ഡയറക്ട് മാർക്കറ്റിംഗ്, എനിക്ക് ഇന്ന് വരെയും 1 രൂപയുടെ കമ്പനി കണ്ടിട്ടില്ല. വല്ല ആണ്ടത്തെ കാലത്ത് വല്ല കുറച്ച് പോസ്റ്റ് കൊടുത്തരും, കുറച്ച് കലണ്ടർ കൊടുത്തരും. കലണ്ടർ ഫ്രീ കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വല്ല ഗുണമുണ്ടാവും. അങ്ങനെ കലണ്ടർ ഫ്രീ കൊടുക്കും. ഈ RCM ഇപ്പൊ നമുക്ക് അതല്ല തന്നത്, വാരിക്കോരിയാണ് തന്നത്. അപ്പൊ അതേ RCM മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കല്ല നമുക്ക് എല്ലാവർക്കും RCM വാരിക്കോരി തരും. അപ്പൊ അല്ലാണ്ട് നമ്മ മക്കളെ പഠിപ്പിച്ചൊന്നും വലിയ ഒരു കാര്യമില്ല, പഠിപ്പിക്കണം. അതുപോലെ പഠിപ്പിക്കണമെന്ന് പറയണില്ല, പഠിപ്പിച്ചോ, പഠിപ്പിച്ചു കഴിഞ്ഞാലും പിന്നെ RCM അവർക്ക് മനസ്സിലാക്കുന്നത് വരെയും അവര് അകന്ന് നിൽക്കും. പിന്നെ അവർ നമ്മുടെ വരും. അപ്പൊ അതാണ് അതേപോലെ നമ്മൾ RCM നെഞ്ചിലേറ്റ് കൊണ്ടു കൊടുക്കുക. അത്ര ഒരു നമുക്ക് RCM TCG നമുക്ക് തന്നിരിക്കണ എന്താ നമുക്ക് പറയാൻ വാക്കുകളില്ല. TCG നമുക്ക് ചെയ്തു തന്ന ഗുണങ്ങള് എന്നുവെച്ചാ സെക്കൻഡ് ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ആള് സെക്കൻഡ് ഗാന്ധി അല്ല എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ ഗാന്ധി തന്നെയാണ്. ഗാന്ധിയല്ല നമുക്ക് തരുന്നത്. പിന്നെ 100% ഇന്ത്യന്റെ പ്രൊഡക്റ്റ്, നമ്മ ഇന്ത്യന്റെ പ്രൊഡക്റ്റ്, അതിൽ കിട്ടുന്ന ഒരേ രൂപയും നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് അത് കിടന്ന് വളരുന്നത്. അപ്പൊ നമ്മ ഇന്ത്യക്കാർക്ക് നമുക്കത് അഭിമാനിക്കാം. ഞാൻ ഇന്ത്യക്കാരനാണ്. ഗാന്ധിജി പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഗാന്ധി എന്ന് ഞാൻ പറഞ്ഞപ്പോ ഗാന്ധിജിയാണ്, സെക്കൻഡ് ഗാന്ധി ഗാന്ധിജി തന്നെയാണ്. നമ്മുടെ ഗാന്ധിജി മരിച്ചു പോയെങ്കിലും നമുക്ക് അടുത്തൊരു ഗാന്ധിജി തന്നെയാണ് TCG. അപ്പൊ TCG പറഞ്ഞാൽ ഇന്ത്യന്റെ പ്രൊഡക്റ്റുകൾ നമ്മ
ഉപയോഗിക്കുക, നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കുക, ഉപയോഗിപ്പിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് അടുത്ത ആളെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. പറയാറില്ലേ, നമ്മ ക്ലാസ്സുകൾ കേൾക്കുക, കേട്ട് എന്ത് ചെയ്യണം, നമ്മൾ കേട്ടതായിട്ട് കേട്ടത് പഠിപ്പിക്കുക, കേട്ടത് പഠിപ്പിച്ചിട്ട് പിന്നെ പഠിപ്പിക്കുക. അപ്പൊ നമ്മ എന്തായി, സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ കേട്ടു, പഠിച്ചു, പഠിപ്പിച്ചു, പഠിപ്പിച്ചു. ഞാനിതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അത് പഠിപ്പിക്കണം. അത് എത്തിയിട്ടില്ല, എത്തും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് എല്ലാവർക്കും എത്തും. പറഞ്ഞ പോലെ കേട്ട് പഠിച്ചു, പഠിപ്പിച്ചു, ഇനി പഠിപ്പിക്കാം. അപ്പൊ എത്ര പെട്ടെന്ന് നമുക്ക് നടക്കും. വളരെ ഈസിയായ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് കേൾക്കുമ്പോ ഇതെങ്ങനെ നടക്കൂല. എല്ലാവർക്കും നടക്കും. പക്ഷെ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേടിയും മടിയും മാറ്റി ഇറങ്ങുക, ഫാമിലി ആയിട്ട് ഇറങ്ങുക. എന്താ പറയാ, ഇനിയിപ്പോ പറയാൻ വാക്കുകളില്ല, അത്രയും കാര്യങ്ങൾ ഉണ്ട്. ഇനിയും പറഞ്ഞാൽ തീരൂല. അത്രയും നമുക്ക് RCM നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുക, നമ്മളുടെ കാര്യങ്ങൾ പഠിക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, RCM, ഗുഡ് RCM. തീർന്നോ? പറയണമെങ്കിൽ ഏ പറയാനുണ്ട് ആൾക്കാർക്ക് പറയണത്. സാറിനൊരു 10 മിനിറ്റ് കൂടി ഞാൻ സമയം തരാം, സാർ പറഞ്ഞോളൂ. കാരണം എന്താ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് മതി വരാത്ത ഭക്ഷണം പോലെ ഫീൽ ചെയ്യുന്നല്ല. എനിക്ക് തോന്നുന്നത് ഇന്ന് വരെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആളുകൾ ആനന്ദം കണ്ട ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞാല് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ശരിയാണോ? എന്തായാലും സാർ 10 മിനിറ്റ് ഒരുപാട് സെയിൽസ് ടിപ്സ്, എങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കണം എന്ന് തുടങ്ങി വെറും 1 വർഷമായിട്ടുള്ള RCMൽ ആ മാച്യൂരിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സാർ ഒരു 10 മിനിറ്റ് കൂടി സംസാരിച്ചോ. സാറേ, കഴിഞ്ഞ ജനുവരിയിലാണ് ജോയിൻ ചെയ്തത്. ഇപ്പൊ ജനുവരിക്ക് 1 വർഷമായിട്ടുള്ളൂ. 2 മാസം ഞാൻ അതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഗുണം കിട്ടുക ചെയ്തത്. എന്നിട്ട് മാർച്ച് 5-ാം തീയതി ഹോം ഷോപ്പ് ഉദ്ഘാടനം കഴിക്കണത്. അത് മാർച്ച് 10-ാം ശേഷം ഞാനത് വിൽക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ 10 മാസം കൂടി ഞാൻ സ്റ്റാറിന്റെ പുസ്തകത്തിലേക്ക് എത്തി. അത് വിറ്റുകൊണ്ടോണ്ട് എത്തിയതാണ്, ഒറ്റക്ക് എത്തിയതല്ല. 16 പേരെ അച്ചീവ് ആക്കിയിട്ട് ഞാൻ എത്തിയത്. അപ്പൊ അതുപോലെ പറഞ്ഞല്ലേ, പലവരും പറയും ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല, ഞങ്ങൾ കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിക്കില്ല, ക്ലോസപ്പ് പേസ്റ്റ് ഉപയോഗിക്കുള്ളൂ. അതിന്റെ പേസ്റ്റിന്റെ ഗുണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് നമ്മ പഠിക്കണോട്ടാ. അതുപോലെ തന്നെ ഇപ്പൊ മിക്ക ആൾക്കാർ ഇപ്പൊ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. നിങ്ങൾ ഷോപ്പുകൾക്ക്, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിജയിക്കാനുള്ള കാര്യം പറയണത്, ഷോപ്പുകളിൽ ചെല്ലുക. ഷോപ്പുകളിൽ ചെന്നിട്ട് നമ്മ അവരെ ഗുണം ആദ്യം അവിടെ ഐഡിപ്പിക്കണ്ട. നമ്മോട് പറയാ, നമ്മൾക്ക് ഇപ്പൊ പേസ്റ്റ് 65 രൂപയുടെ പേസ്റ്റ് നിങ്ങൾക്ക് വിറ്റ 12 രൂപ കിട്ടും. ചുരുക്കം പറഞ്ഞ ഞാൻ പറഞ്ഞു, കോൾഗേറ്റ് പേസ്റ്റ് 69 രൂപക്ക് വിറ്റാൽ അവർക്ക് കിട്ടുന്നത് 6 രൂപയാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. 6 രൂപക്ക് ഒരു കോൾഗേറ്റ് പേസ്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കേവിൻകോന്റെ റെഡ് പേസ്റ്റോ പച്ച പേസ്റ്റോ വിറ്റുണ്ടെങ്കിൽ 12 രൂപ കിട്ടും. ആ നമ്മ വാങ്ങിക്കുന്ന വിലക്കന്നെ അവർ കൊടുക്കണ ഞാനിട്ടാ. എനിക്ക് ലാഭമില്ല, ഇതെനിക്ക് PV കിട്ടുമല്ല, എനിക്ക് PV മതി. അപ്പൊ ആ കടക്കാർക്ക് എന്താണ്, 12 രൂപ ലാഭം ഉണ്ടാ, അപ്പൊ അവർ വിൽക്കാൻ നോക്കും. അപ്പൊ അതുപോലെ ഞാൻ ഈ ഷോപ്പിൽ ബന്ധമുണ്ട്. ഈ ഷോപ്പുകളിൽ 3ഉം 6ഉം പേസ്റ്റ് പോലെ ഞാൻ മേടിച്ച വിലക്ക് അവർക്ക് കൊടുത്തുങ്ങാട്ട് അവരെ വിപ്പിക്കട്ടാ. അവർക്ക് ലാഭം വിൽക്കൂല. അതുപോലെ നമ്മൾ ഒരേ പേസ്റ്റും ഓരോ ഷോപ്പുകളിൽ കൊണ്ടുങ്ങാട്ട് കൊടുക്കുക. അവിടെ കൊടുത്തുങ്ങാട്ട് 1 മാസം കഴിയുമ്പോൾ ഒരു പേസ്റ്റ് വിറ്റ് തരും. പിന്നെ അവിടെ ഗുണം പറയണോട്ടോ, അതെ ഇതില് വിറ്റാൽ നിങ്ങൾക്ക് വേറെ കാര്യമുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 6 മാസം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് നമ്മളെ കാര്യം കാക്കോത്തി കൊണ്ടുപോകൂട്ടാ. വളരെ ശ്രദ്ധിക്കണം. 1 മാസത്തേക്ക് പോലും ഷോപ്പിൽ നമ്മൾ സാധനം കൊടുക്കാൻ പാടില്ല. നമുക്ക് TP അല്ല കിട്ടേണ്ടത്. നമുക്ക് അത് കൊടുത്തിട്ട് 1 മാസം പറയാം നിങ്ങൾക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാ. അപ്പൊ നിങ്ങൾ എത്ര സാധനം മേടിക്കണം? നിങ്ങൾക്ക് കഴിയും 10,000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ വിറ്റ് തരാം. കാര്യം ഷോപ്പിൽ എന്നെ വിളിച്ച് ഞാൻ ചെന്ന് ഒരു ദിവസം പോയി ഒരു 3 മണിക്കൂർ നിന്ന് അന്ന് 30,000 രൂപ ഞാൻ വിറ്റ് കൊടുത്ത്. ഇക്ക ഇങ്ങനെ വിൽക്കാൻ പറ്റുമല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ഇപ്പൊ ആ ഷോപ്പിനെ 10,000 രൂപ പർച്ചേസ്മെന്റ് ആക്കിയാനിപ്പ 10,000 രൂപ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 6 മാസത്തുമ്പോൾ നിങ്ങൾക്ക് 5,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് എന്താണ്, അതിന്റെ ലാഭം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും.
അപ്പൊ അവർക്ക് കട ഷോപ്പുകാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയപ്പോ അതുപോലെ ഓരോരുത്തരും ഓരോ ഷോപ്പുകളിൽ ചെന്ന് 3 6 3 പേസ്റ്റ് കൊടുക്കാം. ഇവിടെ ജാസ്മിൻ സോപ്പ് നമുക്ക് 34 രൂപയുടെ ജാസ്മിൻ സോപ്പ് നമുക്ക് 27 രൂപ കിട്ടും. ഈ 27 രൂപക്ക് അവർക്ക് കൊണ്ട് കൊടുക്കുക. അതെ, ഒരു സോപ്പ് ലെക്സ് സോപ്പ് വിറ്റാൽ അവർക്ക് കിട്ടുന്നത് 2.5 ഉറുപ്പിയാണ്. ഇത് വിറ്റാൽ നിങ്ങൾക്ക് 7 രൂപ കിട്ടും. 27 രൂപ കൊടുത്തോ, നമുക്ക് ടി പി നോക്കിയാൽ മതി. ഫസ്റ്റ് 27 രൂപ തന്നെ കൊടുത്ത് 6 സോപ്പ് വെച്ച് കൊടുക്കുക. 27 വെച്ച് കണക്കൂട്ടി മേടിക്കുക. നിങ്ങൾ 34 രൂപ വിൽക്കുക, നിങ്ങൾക്ക് 7 രൂപ കിട്ടും. ഒരു ലെക്സ് സോപ്പ് നിങ്ങൾക്ക് വിറ്റാൽ കിട്ടുന്നത് 2.5 രൂപയാണ്. അപ്പൊ അവർക്ക് ആ സോപ്പ് അവർ മേടിക്കും, വിൽക്കും. അതേപോലെ തന്നെ പിയേഴ്സ് സോപ്പ് അവർക്ക് കിട്ടുന്നത് 4 രൂപയാണ്. നമുക്ക് സൺസെഷൻ സോപ്പ് അവർക്ക് കൊടുക്കുക. സൺസെഷൻ സോപ്പ് 50 രൂപയുടെ സോപ്പ് നമുക്ക് 37 രൂപ വരെ ഉള്ളൂ. ഞാൻ 3 രൂപ ഞാൻ എടുക്കൂട്ടാ, 40 രൂപ അവർക്ക് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല, ഇത് നമുക്ക് കിട്ടണ്ടേ, വണ്ടി പോകാൻ പെട്രോൾ അടിക്കണം. അപ്പൊ ടി പി നോക്കിയാൽ പോരല്ല, 40 രൂപ അവർക്ക് കൊടുക്കും. അപ്പൊ ഒരു 10 രൂപ അവർക്ക് ലാഭം കിട്ടും. അപ്പൊ 10 രൂപ കിട്ടുമോ? ഒരു പി എച്ച് വിറ്റാൻ കിട്ടുന്ന 4 രൂപയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആർക്കെങ്കിലും കുഞ്ഞിന്റെ സാധനം വിറ്റ് നോക്കുന്നത് ഞാൻ പറയും, ഒരെണ്ണം നിങ്ങൾ കൊണ്ട് ഉപയോഗിക്കുക ആദ്യം, എന്നിട്ട് നിങ്ങൾ വിറ്റാൽ മതി. അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക, വിൽപ്പിക്കുക, അടുത്ത മാസം ജോയിൻ ചെയ്യിക്കുക. അത് മറക്കരുതിട്ടാ. ജോയിൻ ചെയ്തെങ്കിൽ കാക്കൊതിക്കണ്ടു. അതുപോലെ ഒരേ ഷോപ്പുകൾ നിങ്ങൾക്ക് ഇറങ്ങി, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബന്ധം ഉണ്ടാവും ഷോപ്പുകളിലേക്ക്. വീട് വിടാതെ കയറിയെന്ന് വിൽക്കുക മാത്രമല്ല, ഷോപ്പുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു മാസം 10 മാസം കൊണ്ട് സ്റ്റാർ ആയെങ്കിൽ ഇനി അടുത്ത 10 മാസം കൊണ്ട് ഞാൻ എവിടെ എത്തും സാറേ? എമറാൾഡിന്റെ എന്റെ പ്രതീക്ഷ ഞാൻ എത്തിക്കും. എനിക്ക് അത്രയും ഷോപ്പുകൾ ബന്ധമുണ്ട്. അത്രയും ഷോപ്പുകളിൽ ജോയിൻ ചെയ്ത് കൂട്ടുക. ഇപ്പൊ എന്റെ ബിസിനസ് പോകുക, എല്ലാവർക്കും ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും ഷോപ്പിൽ പോയി ജോയിൻ ചെയ്യിക്കും. ഇപ്പൊ ഞാൻ തലക്കിന് വിളിച്ചിട്ടുള്ളേ. ഇതിലിപ്പോ എത്ര കണ്ടമാനം പേര് ജോയിനിങ് ഉണ്ട്. ഇപ്പൊ ഇത് കയറിയിട്ടുണ്ട്. ഇവരൊക്കെ ഇനി ഷോപ്പിൽ കയറിയാണെങ്കിൽ എന്റെ ബിസിനസ് പോകുന്നുണ്ട്. ഇപ്പൊ എത്ര സാറാണ് സാറേ എന്ത് ഈ പ്ലാറ്റ്ഫോമില് 10 ആളുണ്ടാ? 170 പേരുണ്ട്. 170 പേര്. 170 പേര് ഇപ്പൊ ഷോപ്പിലേക്ക് ഇറങ്ങും എല്ലാവരും കൂടി. സാറിന്റെ മഹത്വം കൊണ്ട് കൂടിയവരാണ്. തുടക്കത്തിൽ അയാളല്ല, നിറച്ചാളായി. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഇപ്പൊ എനിക്ക് വീണ്ടും 10 മിനിറ്റ് സമയം തന്ന് ഈ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഐഡിയ ഞാൻ പറയാതെ വെച്ച ഐഡിയാണ്. എന്നുവെച്ചാൽ ഞാൻ മാത്രം വിജയിച്ചാൽ പോരാ, എന്റെ മനസ്സിലുള്ളത് എല്ലാവരും വിജയിക്കണം. എല്ലാവരും വിജയിച്ച് കണ്ടാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാം. എന്റെ വാക്ക് അവരെടുത്ത് അതവരെ ഇനി അടുത്തൊരു എന്നെ കാണാൻ പറയും, സാറ് പറഞ്ഞ വാക്ക് തന്നെ പ്രയോഗിച്ചിട്ടാ, അത് ഗുണം ചെയ്തിട്ടാ എന്ന് എന്നോട് നോക്കിയോ. ഇനി ഒരു അടുത്ത പ്രോഗ്രാം, അടുത്ത 50K3 എന്ന പ്രോഗ്രാമിൽ എന്നെ കണ്ട് എത്ര പറയുന്ന നോക്കിയോ, സാറ് പറഞ്ഞ ഞങ്ങൾ എടുത്തിട്ടാ, ഞങ്ങൾ ചെയ്തിട്ടാ, ഞങ്ങൾക്ക് ഗുണം കിട്ടിയെന്ന്. അതുപോലെ എല്ലാവരും വിജയിച്ച് കാണണം. നമുക്ക് നമ്മുടെ കേരളത്തില് അല്ല, ഓൾ ഇന്ത്യയില് ഏറ്റവും വലിയ നമുക്ക് ടീം കേരളത്തിൽ നിന്ന് തന്നെ ആവണം. അതിനിപ്പോ നമുക്ക് എന്ത് നമുക്ക് ചെയ്തു തരാം. നമ്മുടെ ലീഡേഴ്സ് അവർ തയ്യാറായി നിൽക്കണം. നമ്മൾ പറഞ്ഞാൽ മതി. എവിടെ അവര് പറയുന്നത് നമുക്ക് കേൾക്കണില്ലാതെ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലീഡേഴ്സ് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ലീഡേഴ്സ് പറയുന്നത് കേട്ട് ഒന്നോട് ചോദിച്ചു നോക്കിയാ, സാർ ഞാൻ എന്ത് ചെയ്യണം? അവരപ്പൊ നമ്മുടെ ഓടി നമ്മുടെ വീട്ടിൽ വരും. നമുക്ക് ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു തരും. എന്നോട് ബിജു സാറ് ഇന്നലെ വിളിച്ചു പറഞ്ഞു, ആയിഷ സാറെ അടുത്ത മാസത്തെ കണക്ക് നാളെ കുത്തണം, 30-ാം തീയതി കുത്തിയിട്ട് 1-ാം തീയതി എന്റെ അടുത്ത് വരണം, എന്നിട്ട് ഇത് ഉറപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് തന്നെ എഴുതി കുത്തി നാളെ ഞാൻ സാറിന് കാണും, ഉറപ്പിക്കാൻ വേണ്ടിയത്. അപ്പൊ അതുപോലെ ഓരോരുത്തരും നമ്മുടെ ലീഡർമാരെ പറഞ്ഞു നോക്കിയേ. ലീഡർമാർ അപ്പൊ നമ്മളെ വിളിക്കും. പറഞ്ഞ് ഫുള്ളാക്കണ്ട, പകുതി പറഞ്ഞാൽ മതി, അപ്പൊ നമ്മൾ വിളിച്ചിട്ട് പോകും. നമുക്ക് അതേപോലെ തന്നെ ലീഡർമാരെ വാക്കുകൾ കേൾക്കാം. ലീഡർമാർ പോകുന്ന അതേ കാര്യങ്ങൾക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വിജയം തനിയെ വരും. നമ്മ കമ്പനി എന്താണ് അത് ആ ലെവലിൽ പോകണോട്ടാ. കമ്പനി വിഷയം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കയറാൻ പറ്റും, പിന്നെ കയറാൻ പറ്റൂല. കമ്പനി വിഷയം എന്താണെന്നനുസരിച്ച് ലീഡർമാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ കയറിക്കോ. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ലീഡേഴ്സ് എന്താണ് പറയുന്നു അതനുസരിച്ച് നീങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. എല്ലാവർക്കും വിജയിക്കാം എന്ന് എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ജയാർസിയം ഗുഡ് ആർസിയം. ഹഷിക് സാർ, ബിഗ് സലോട്ട്, സൂപ്പർ. ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ആരെങ്കിലും തോന്നിയോ ആദ്യമായിട്ടാണ് ഹാഷിക് സാർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നതെന്ന്? ആരെങ്കിലും തോന്നിയോ? ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ, ഫസ്റ്റ് ടൈം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹാഷിക് സാറ് ഒരു എമറാൾഡ് ആവുമ്പോ എന്തായിരിക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഈ ഒരു ലെവലിലൊക്കെ ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ സംസാരിച്ചിരുന്ന ഒരാളാണ്. സംസാരിക്കാൻ അറിയില്ല ശരിയായിട്ട് നമുക്ക്. പക്ഷെ വണ്ടർഫുൾ ക്ലാസ്, ഒന്നും കളയാനില്ല. തുടക്കം തുടങ്ങി ലാസ്റ്റ് വരെ
എന്താ പറയാ, വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് ഒരുപാട് ടിപ്സുകൾ സംസാരിക്കാനുള്ളത് അല്ലെ. ഇനി എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് കേട്ട എല്ലാവരും ഒരു ഷോപ്പുകാരെ പോലും വിട്ടുകളയില്ല. ശരിയാണോ? ഒരു ഷോപ്പുകാരെ പോലും വിട്ടുകളയില്ല. തന്നെയല്ല, നമ്മൾ കുറെ ചുമന്നുകൊണ്ട് പോകണ്ടെന്ന് സാറ് പറഞ്ഞത്. നമ്മൾ പ്രൊഫഷണൽ ഡ്രസ്സിലായിരിക്കണം. നമ്മൾ പറയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിൽ സംസാരിക്കണം. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, പിയേഴ്സ് സോപ്പ് വിറ്റ് കഴിഞ്ഞാൽ 4 രൂപ ലാഭമുള്ളൂ. നമ്മുടെ സെൻസേഷൻ വിറ്റ് കഴിഞ്ഞാൽ 10 രൂപ ലാഭം കിട്ടുമെന്ന് നമ്മളൊന്ന് എഴുതി കാണിച്ചു കൊടുത്തു നോക്കി അവരെ. അങ്ങനെ ഒരു 10 പ്രൊഡക്റ്റിനെ കുറിച്ച് വേണ്ട, ഒരു 3-5 പ്രൊഡക്റ്റിനെ കുറിച്ച് എഴുതി കാണിച്ചു നോക്കി, ആ ഷോപ്പുകാർ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവിടെ വെക്കാൻ തയ്യാറാവും. ആണോ അല്ലേ? പിന്നെ പ്രത്യേകം പറഞ്ഞു, 1 മാസം കഴിയുമ്പോ നമ്മുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. കാരണം എന്താണ്, പല ആളുകളും പല ഏരിയയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹം അതായത് പശുവിനെ കറന്നിങ്ങനെ പാലെടുക്കാനായിട്ട് കൂടുതൽ നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വന്തം PV ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിരന്തരമായിട്ട് 1 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അദ്ദേഹം പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കൺസിസ്റ്റൻസി പർച്ചേസ് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യിപ്പിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാവരും ബിസിനസ് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ചാലക്കുടി മേഖലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ സെയിൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ 4-5 ടീം സെയിൽ ചെയ്യാൻ വരും. എന്താ കാരണം? ഇവിടെ അത്രത്തോളം ക്ലിയർ ആയി കഴിഞ്ഞു ബിസിനസ്. മനസ്സിലാവുണ്ടോ? പല ഏരിയകളിലും ബിസിനസ് എത്തി നോക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഭാഗ്യവാന്മാരാ. ഇപ്പൊ പല ആളും പറയാറില്ലേ, എന്റെ ഏരിയയിൽ ബിസിനസ് ഇല്ല, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഇവിടെ ഷോപ്പില്ല. നിങ്ങൾ ഭാഗ്യവാന്മാരാ, ഭാഗ്യവതികളാ. കാരണം അവിടെ കോമ്പറ്റീഷന് വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മൾ അവിടെ ശരിയായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ബിസിനസ് വരും. ഇപ്പൊ കൊടുങ്ങല്ലൂർ മേഖല, തൃശ്ശൂർ ഡിസ്ട്രിക്ട്, കോഴിക്കോട് ഡിസ്ട്രിക്ട്, അല്ലെങ്കിൽ കണ്ണൂരൊക്കെ എന്ന് പറയുമ്പോൾ ആർഷ്യം ശരിക്കും പടർന്ന് പന്തലിച്ചൊരു സ്ഥലമാണ്. എങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ബിസിനസ് എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആഷിഖ് സാറ് പറഞ്ഞ ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് ഇന്ന് മുതൽ അപ്ലൈ ചെയ്യാം. ഇന്ന് ജനുവരി 31-ാം തീയതിയാണ്. ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു, എല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി ആളുകൾ ഇപ്പൊ കൈ പൊക്കാൻ പറഞ്ഞ കുറെ ആളുകൾ കൈ പൊക്കും അഭിപ്രായം പറയാനായിട്ട്, ശരിയല്ലേ? എങ്കിൽ പോലും ആദ്യമായിട്ട് കൈ പൊക്കുന്ന കുറച്ച് ആളുകൾക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് മെസ്സേജ്. അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് എന്ത് ഫയറാണ് ഉണ്ടായത് ഉള്ളിൽ, ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ പോകുന്നു, അതിനെക്കുറിച്ച് 1 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാം. ആദ്യം കൈ വെക്കുന്ന കുറച്ച് ആളുകൾക്ക് അവസരം കിട്ടും. അതിനുശേഷം ആഷിഖ് സാറിന്റെ ഗ്രേറ്റ് ലീഡർ, ഏറ്റവും നല്ലൊരു വണ്ടർ വേൾഡ് ക്യുക്ക് നടത്തുന്ന കലാമേഡം, കഴിഞ്ഞ ദിവസം ആലുവ വണ്ടർ വേൾഡിന്റെ ഉദ്ഘാടനത്തിന് കലാമേഡത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായി. കലാമേഡം പറഞ്ഞത്, ടീച്ചർ ആവാനായിരുന്നു താല്പര്യം, പക്ഷേ ടീച്ചർ ആവാൻ പറ്റില്ല. ഇന്ന് ആർസിഎമ്മിന്റെ ഷോപ്പിലൂടെ ടീച്ചർക്ക് കിട്ടുന്നേക്കാളും ഇരട്ടി വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് എമറാൾഡ് ആണ് കലാമേഡം. ഒരു ഷോപ്പിലൂടെ എമറാൾഡ് ആയിട്ട് മാറി. ഒരു 10 ലക്ഷത്തിന് മേലെ സെയിലും വരുന്നു. അപ്പൊ കലാമേഡം ഇന്നത്തെ പ്രോഗ്രാം ക്ലോസ് ചെയ്യും. അതിനു മുന്നേ ആദ്യമായിട്ട് കൈപൊക്കി കുറച്ച് ആളുകൾക്ക് ഞാൻ അവസരം കൊടുക്കാണ്. താങ്ക് യു ആഷിഖ് സാർ ആൻഡ് മാഡം. വളരെ നല്ലൊരു പ്രോഗ്രാം. എനിക്ക് സൽസൻ സാറിനോട് പറയാനുള്ളത്, ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഭാഗ്യം. ഇന്നലെ ഷൈബി ടീച്ചറിന്റെ, അതായത് 35 വർഷം സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് HMI റിട്ടയർഡ് ചെയ്ത ഷൈബി ടീച്ചറിന്റെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത് ഞാൻ വിചാരിച്ചത് റെക്കോർഡ് ഇല്ലാന്നാ, പക്ഷെ സൽസൻ സാറ് കറക്റ്റ് അത് റെക്കോർഡ് ചെയ്തു. ഇത് ഗ്രൂപ്പിൽ യൂട്യൂബിൽ ഇടണം സാർ. ഇത് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എന്തായാലും നമുക്കൊന്ന് 2 പേരെ വിളിച്ച് സംസാരിക്കാം. ആദ്യമായിട്ട് രമ്യ ജിജു മാഡം വന്നോളൂ. രമ്യ ജിജു, ഞാൻ സൗണ്ട് ഓൺ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. JRCM, എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അതിനെല്ലാവരും ക്ഷമിക്കണം. പക്ഷെ ഹാൻഡ് റൈസ് ഇട്ടത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രാസംഗികന്റെ പ്രഭാഷണം കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വിരസത തോന്നാത്ത രീതിയിൽ, ഇത് അപ്രതീക്ഷിതമായിട്ട് വിളിച്ചാൽ പോലും അവിസ്മരണീയമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി. എനിക്ക് പറയുമ്പോൾ എന്റെ വാക്കുകൾ തന്നെ ഇതായി പോവാണ്. കാരണം ഇത്രയധികം നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ സെല്ലിംഗ് ട്രിപ്സ്, അങ്ങനെയൊക്കെ എന്തൊക്കെ വിശേഷണങ്ങൾ സാറിന് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക്. ഈ 1.25 മണിക്കൂറിനുള്ളില് ശരിക്കും ക്ലോസിങ്ങിന്റെ ആ ഒരു സ്ട്രഗിളിങ് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ ഈ സമയത്തടക്കം നമുക്ക് ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ തന്നുകൊണ്ട് നല്ലൊരു ക്ലാസ്, സിമ്പിൾ ആയിട്ടൊരു ക്ലാസ്, എങ്ങനെ അത് പറയണ്ടേന്ന് എനിക്ക് കിട്ടണില്ല. പക്ഷെ ഒരുപാട് സന്തോഷം. സാറിനെ പോലുള്ള വ്യക്തികള് ബിസിനസ്സിൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് ഒത്തിരി ആളുകൾക്ക് ഇത് പ്രയോജനം ചെയ്യും. സാറിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറഞ്ഞല്ലോ,
ടീമിലുള്ളവരെ വിജയിപ്പിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു ലീഡറുടെ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് സാർ വരുന്നത്. നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് താഴെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാം. ശരിക്കും ഇത് തന്നെയാണ് വരുന്ന പുതിയ അസോസിയേറ്റിനെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഫസ്റ്റ് പാഠം അതാണ്. നമുക്ക് നമ്മൾ മാത്രമല്ല ഉയർന്നു പോകേണ്ടത്, നമുക്കൊപ്പം നമ്മുടെ കൂടെയുള്ളവരേനും ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബിസിനസ്, അതും ഇങ്ങനെ ഒരു നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തിൽ വന്നു നിന്നുകൊണ്ടുള്ള ഒരു ബിസിനസിന്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക. സാറിന് ഒരുപാട് ആശംസകൾ. താങ്ക് യു സാർ. JRCM, ഗുഡ് RCM.